ഓക്കെ, ഗുഡ് ഈവനിങ്. നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്. വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഫ്ന ഇർഷാദ് മാമിനെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം സപ്ന ജി. Thank you, sir. Thank you so much. Good evening, all. അത് നന്നായി. ഒരാഴ്ച ഇല്ലാതിരുന്നോണ്ട് എല്ലാരും ഗുഡ് ഈവനിങ് എല്ലാം കളഞ്ഞു അല്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒരാഴ്ച കാണാതായതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം തീരുവോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. ഈ ഒരു ബന്ധം, ഈ ഒരു സ്നേഹവും എന്നും പരസ്പരം നമുക്ക് ഉണ്ടാവണം. അതിൽ ഏറ്റവും വലുത് ബന്ധങ്ങൾ നിലനിൽക്കുക എന്നുള്ളത് അല്ലെ? അതെ. അപ്പോ എന്താ പറയാ, വീണ്ടും നമ്മളെല്ലാവരെയും ഇത്രയും സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ വീണ്ടും ഇതുപോലെ ഒരുമിപ്പിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഓക്കെ. അപ്പോ ഇനി ഇത്രയും ദിവസം കണ്ടില്ല എന്ന് ഓർത്ത് ഇത്രയും നാളും പഠിച്ചതും മനസ്സിലാക്കിയതും എല്ലാം മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാണോ? ശരിയാണോ? എന്താ ആകൊരു ആട്ടം എവിടെയോ. എല്ലാം ഓർത്തെടുക്കുമ്പോ ഓർമ്മ വരും. എന്നാൽ നമുക്ക് എല്ലാം ഓർത്തെടുക്കാനുള്ള സമയമായി. കാരണം നാളത്തോടു കൂടി നമ്മളുടെ 24 ദിവസം പൂർത്തിയാവുകയാണ്. പൂർത്തിയാവുമ്പോൾ നമ്മളുടെ മുൻപിൽ 2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് 24ാമത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കും. ഓക്കെ. അയ്യോന്നോ, ഗ്രൂപ്പിൽ ഇന്ന് രാവിലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും എന്താ പറയാ, ടീച്ചേഴ്സ് ആണ്, എല്ലാവരും ഓരോ ഫീൽഡിൽ നിൽക്കുന്നവരുമാണ്, വളരെയധികം കോൺഫിഡൻസ് ഉള്ളവരുമാണ് അല്ലേ? അല്ലേ? അതെ. അത് വേണം. അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് 24ാമത്തെ ചാപ്റ്റർ, 24th ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിക്കുക. ഓക്കെ. നമ്മൾ ഈ പഠിക്കുന്ന 23 ചാപ്റ്റേഴ്സും എന്താ പറയാ, അതിന്റെ എല്ലാത്തിന്റെയും കണ്ടന്റ് കൂടി വരുന്നതാണ് 24th ചാപ്റ്റർ. അപ്പൊ 24ാമത്തെ ചാപ്റ്റർ നല്ല രീതിയിൽ വായിച്ചിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് വിഷൻ, മനസ്സിലായോ? അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും ഇത് കഴിയുമ്പോൾ നാളെ എപ്പോഴാന്ന് വെച്ചാല് 24ാമത്തെ ചാപ്റ്റർ ഒന്ന് വായിക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഗ്രൂപ്പിൽ ഒന്ന് എന്താണ് മനസ്സിലാവാത്തതെന്ന് ഇടുക. അപ്പൊ നമ്മൾ അതിന് റിപ്ലൈ ഇടും. ഓക്കെ. ജസ്റ്റ് ഒരു 10 മിനിറ്റ് മതി, ഒരുപാട് വേണ്ട. ഇപ്പൊ എന്താ പറയാ, നമ്മളല്ലേ ഉള്ളൂ, പുറത്തുനിന്ന് ആരും ഇല്ലല്ലോ. ശരിയല്ലേ? പേടിക്കാനുമില്ല. കൊച്ചു കുട്ടികളും അല്ല ആരും, എല്ലാവരും പയറ്റി തെളിഞ്ഞ ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ നാളത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. വിമൽ സാർ വിചാരിക്കണ്ടാവും, ഞാൻ സ്കൂളിൽ പോയി ക്ലാസ് എടുത്ത് മടുത്തു, തോറ്റു, ഇനി ഇവിടെയും ഇതാണോന്ന്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ ഒരു രസമല്ലേ? ഹാപ്പി വെഡിങ്ങില് ഷറഫുദ്ദീൻ, ഇതൊക്കെ ഒരു രസമല്ലേ ആശയം എന്ന് പറയുമ്പോലെ? ഇതൊക്കെ ഒരു രസമല്ലേ? ഒരു എൻജോയ്മെന്റ്. പിന്നെ നമ്മുടെ എക്സാം വരുന്നത് നെക്സ്റ്റ് ട്യൂസ്ഡേ. എക്സാമിന് 30 മാർക്സിലാണ് എക്സാം വരുന്നത്. എക്സാം എന്ന് പറഞ്ഞാല് എന്താ പറയാ, കാണാപ്പാഠം പഠിച്ച് അങ്ങനെയുള്ള സിസ്റ്റം അല്ല. ആ കണ്ടന്റ് മനസ്സിലാക്കി വെക്കുക അല്ലെ? കണ്ടന്റ് ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ കണ്ടന്റ് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അത്? നമ്മളൊന്ന് വായിച്ചു നോക്കണം അല്ലെ? ഈ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 23ാമത്തെ ചാപ്റ്റർ വരെ നമ്മളൊന്ന്, 24 ചാപ്റ്റർ വരെ നമ്മളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ ജസ്റ്റ് എന്താ പറയാ, ഓർമ്മ പുതുക്കലായി. ഈ ഇത്രയും എന്താ പറയാ, ഇത്രയും ക്യാഷ് മുടക്കിയതിനും ഇത്രയും ദിവസം ഇത്രയും സമയം നിങ്ങളുടെ കളഞ്ഞതിനും അല്ലെ, എന്തെങ്കിലും ഫലം ഉണ്ടോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. 30 മാർക്കിന്റെ എക്സാം, 20 മാർക്കിന്റെ അസൈൻമെന്റ്. ഓക്കെ. മേരി കുഞ്ഞുമ എന്തൊരു ചിരിയാ. ഇനി ഈ പ്രായത്തിലൊരു എക്സാമോ എന്നാണോ ചിന്തിക്കണേ? അതാണോ? പറയ്, ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തേ. പറയൂ.
പഠിച്ചതൊക്കെ ക്രമമായിട്ട് ഓർക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്താ പറയാ, ഇതില് വലിയ തല പോണ വിഷയമൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ട് സൂപ്പർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് മേരിക്കുഞ്ഞു മാമിനെ ആയിരിക്കും എന്ന് ഞാൻ മേരിക്കുഞ്ഞു മാം, വിമൽ സാറ്, നിങ്ങളെ രണ്ടുപേരും എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും ക്ലാസ് മിസ്സാക്കാതെ കറക്റ്റ് ആയിട്ട്. കാരണം ഇനി വേറെ ആര്, ബാക്കിയുള്ളവരെ കുറച്ച് കാണല്ല കേട്ടോ, ഇവർ രണ്ടുപേരും കയറി ആ ചിരിക്കുന്ന ഫേസ് കാണുമ്പോ തന്നെ ഉണ്ടല്ലോ നമുക്കതൊരു പോസിറ്റീവ് എനർജിയാ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നിങ്ങളോട് ഭയങ്കരമായിട്ട് താങ്ക്ഫുൾ ആണ്. കാരണം ആ ക്യാമറ ഓൺ ചെയ്ത് ആ ചിരിച്ചിരിക്കുമ്പോ തന്നെ സീരിയസ്ലി ഞാൻ പറയാം. അപ്പോ നാളത്തേക്ക് 10 മിനിറ്റ് വീതമുള്ള ലൈഫ് വിഷൻ ആയിട്ട് റെഡി ആവുക. എന്താ ഇനി വായിക്കുമെന്നോ? ശരി, വായിക്കുവോ? ചിരി വായിക്കൂലോ? അയ്യോ, ചിരി മായണ്ട, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചു പറഞ്ഞല്ലോ കേട്ടോ. എന്റെ പൊന്നോ, എല്ലാവരും എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ഇരിക്കുക. ഇപ്പൊ നമ്മുടെ ഇതില് പറയണ എന്താ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഓക്കെ, സെറ്റ്. അപ്പോ ഈ 2 കാര്യങ്ങളും തയ്യാറാവുക. ഇനി ഷബാസ് മാമിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സ്വപ്നാജി. നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തതിന് ആദ്യമേ തന്നെ സ്വപ്നാജിയോട് നന്ദി പറയുന്നു. അതായത് നമ്മുടെ ഈ യാത്ര ഏകദേശം അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് 23ാമത്തെ ക്ലാസ്, അതിനുശേഷം 24 എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു വൈൻഡപ്പ് ആണ്. ആ വൈൻഡപ്പിൽ നിങ്ങൾ ജസ്റ്റ് ലൈഫ് വിഷൻ എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ ക്ലാസ് എടുത്ത് ചാപ്റ്റർ എടുത്ത് വായിക്കുക. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ആ രീതിയിൽ തന്നെ ജസ്റ്റ് 10 മിനിറ്റ് ഓരോരുത്തരും 10 മിനിറ്റ് പ്രസന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് വിഷൻസ്, നിങ്ങളുടെ വന്ന ചേഞ്ചസ്, കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി അത് വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും, ഇപ്പോ മേരി കുഞ്ഞുമാം ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നില്ല വിമൽ സാർ ചെയ്യുന്നത്, വിമൽ സാറ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല സുലേഖ മാം ചെയ്യുന്നത്. അപ്പോ ഓരോരുത്തർക്കും അവരുടേതായ ഒരു രീതി ഉണ്ടാവും. അതുപോലെ വിനോദ് കുമാർ സാറിനാണെങ്കിൽ അത് വായിച്ചു നോക്കുമ്പോ അത് നിങ്ങളപ്പോ ആ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള 23 സെക്ഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്ന് ഉള്ളതായിരിക്കും ആ ഒരു ക്ലാസ്സിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോ ആത്മാർത്ഥമായിട്ട് ആ ചാപ്റ്റർ വായിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് 10 മിനിറ്റ് പ്രസന്റ് ചെയ്യുക. അപ്പോൾ നാളെ ഞങ്ങൾക്ക് ഒരുപാട് ലേണിങ്സ് ഉള്ള ഒരു ദിവസമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ലേണിങ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ഈ ERA എന്നുള്ള കോഴ്സ് അത്രയും പവർഫുൾ ആയതുകൊണ്ടായിരിക്കും അത്രയും കൂടുതൽ ഒരു നോളജ് തിരിച്ച് ഞങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ ആ 24ാമത്തെ ചാപ്റ്റർ വായിച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ ഈ 23 ചാപ്റ്ററിന്റെ ഒരു കണ്ടന്റ് ആണ് വരുന്നത്. അപ്പൊ അത് നാളെ പ്രസന്റ് ചെയ്യുക. അതുപോലെ സഫ്നാജി പറഞ്ഞ പോലെ എക്സാമിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതായത് കോർ കണ്ടന്റ് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാനാണ്. അല്ലാതെ അതിന്റെ ടെക്നിക്കൽ ടേംസ്, വേർഡ്സ്, കാര്യങ്ങൾ അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതായത് ഇപ്പോ നമ്മുടെ ERAയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇമോഷണൽ റീ അലൈൻമെന്റ് ആണ്. നമ്മുടെ ഇമോഷൻസിനെ അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അത് എങ്ങനെ സാധിക്കും എന്നുള്ളതിനുള്ള ഒരു ഫൈനൽ ആൻസർ നിങ്ങൾക്ക് തരാൻ സാധിക്കുമോ എന്നതാണ് ഞങ്ങൾ ആ ഒരു എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് നമ്മുടെ ആ ഒരു തോട്ട് പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആൻസറിൽ നമ്മൾ നമ്മളൊരാൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ അടുത്ത് കിട്ടുന്ന ആൻസർ. ഇപ്പോൾ ഏറ്റവും ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈവനിങ്ങിൽ ഒരു നല്ല മഴ വന്ന സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്ക് എന്റെ അടുത്ത് മഴയാണല്ലോ പോണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യത്തിൽ ഇറങ്ങല്ലേ പോക്കോ, ആ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഴ നമുക്കൊരു എന്താണ്, ഒരു ബ്ലെസ്സിങ്സ് ആയിരിക്കും. അതായിരിക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആള് തരുന്ന റിപ്ലൈ. നേരെ തിരിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന നല്ല മഴ വരാൻ പോണ്, നനഞ്ഞ് ചീഞ്ഞ് കുളിച്ച്, അവിടെ ആ ഒരു ചേഞ്ച് കണ്ടില്ലേ, ഒരു സെയിം ക്വസ്റ്റ്യനുള്ള ഡിഫറെന്റ് ആൻസർ. അപ്പൊ നമ്മൾ ഈ ഒരു
23 ക്ലാസ്സുകളിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ എത്രത്തോളം ചേഞ്ച് ഷിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് നാളത്തെ ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ക്ലിയർ ആകാൻ സാധിക്കും. അപ്പൊ ഈ ക്ലാരിറ്റി തന്നെയാണ് ഞങ്ങൾ, അതായത് ഈ ഒരു നമ്മുടെ പെർസെപ്ഷനിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ഇതാണ് നമ്മൾ എക്സാമിൽ നമ്മൾ നോക്കുന്നത്. അതുപോലെ ആ ഒരു 20 മാർക്കല്ലേ സഫ്നാജി ഇതിന് പറഞ്ഞിരിക്കുന്ന പ്രോജക്റ്റിന്? 30 മാർക്ക് പ്രോജക്ട് 20 എക്സാം കോസ്റ്റ് 30. അപ്പൊ പ്രോജക്റ്റിലും നമ്മൾ ചോദ്യത്തിൽ വരുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മുടെ എന്താണ് പെർസെപ്ഷൻ, ആ ഒരു പെർസെപ്ഷൻ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അത്. നമ്മൾ നാളെ ഗ്രൂപ്പിൽ ഇടും. അപ്പൊ അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്കും ഇത് രണ്ടും നിങ്ങൾക്ക് പേപ്പറിൽ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടവർക്ക് പേപ്പറിൽ എഴുതിയിട്ട് തന്നെ ഫോട്ടോ ഇടാം, അല്ല ഫോണിൽ ടൈപ്പ് ചെയ്ത് അയക്കാനാണ്, ഏതോ എന്താണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ള എല്ലാ ഇതുകൊണ്ട് ഈ 2 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ 23ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അതുപോലെ ഇത്രയും ഈ ഒരു ഇത് വളരെ നല്ല രീതിയിൽ, ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതിന് സർവേശ്വരനോട് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. പിന്നെ നിങ്ങളുടെ ആ ഒരു എന്താണ് ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നു ഈ ഫസ്റ്റ് ബാച്ച് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സാധിച്ചത്. പിന്നെ പല മെമ്പേഴ്സിനും പകുതിയായി കഴിഞ്ഞപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പല കാരണം കൊണ്ട് സാധിച്ചിട്ടില്ല. അവരെല്ലാവരും നെക്സ്റ്റ് ബാച്ചിൽ ഞങ്ങൾ ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നെക്സ്റ്റ് ബാച്ചിൽ ഓൾറെഡി ഈ ബാച്ചിൽ പേയ്മെന്റ് നൽകി ജോയിൻ ചെയ്തു, പക്ഷെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഉള്ള സങ്കടത്തിൽ നമ്മൾ ഈ നെക്സ്റ്റ് ബാച്ച് ഒന്നുകൂടി ഈ സെയിം ക്ലാസ് ഒന്നുകൂടി കേൾക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചവരുണ്ട്. അപ്പോൾ ഈ സെയിം ക്ലാസ് നിങ്ങൾക്ക് ഒന്നുകൂടി കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നെക്സ്റ്റ് ബാച്ച് ജൂൺ 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ബാച്ചിൽ ഫ്രീ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാവുന്നതാണ്. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പലരും ചോദിച്ചു ഈ 2ാമത് കയറിയിട്ട് ഈ ക്ലാസ്സിൽ ഒന്നുകൂടെ കുറച്ചുകൂടെ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ സബ് കോൺഷ്യസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് എൻ്റെ അടുത്ത് ചോദിച്ച ആള് പറഞ്ഞു, ഇത് 2ാമത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ വീണ്ടും എന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് എത്തില്ലേ, ആ കറക്റ്റ് ആ ഒരു വേർഡ് വെച്ചിട്ട് ചോദിച്ചപ്പോ എനിക്ക്, കാരണം ആ നമ്മുടെ ക്ലാസ്സിന്റെ കോർ കണ്ടന്റ് കിട്ടിയിട്ട് പറയുന്ന രീതിയിൽ തന്നെയാണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെനിക്ക് വളരെ സന്തോഷമായിട്ട് ഫീൽ ചെയ്തു. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൂടുതൽ ഇത് എത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും ഈ ക്ലാസ്സിൽ കയറാം. നെക്സ്റ്റ് ബാച്ച് സെയിം കണ്ടന്റ് തന്നെ ഇതേ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സാറേ ഒന്ന് ഷെയറിങ് അക്സെപ്റ്റ് ചെയ്യണേ. അതായത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ഇമോഷണൽ റെസിലിയൻസ് ആൻഡ് ലോങ് ടേം സ്റ്റെബിലിറ്റി. അതായത് നമ്മുടെ ഇമോഷണൽ റീഅലൈൻമെന്റ് ആയിരുന്നു. അതായത് നമുക്ക് എപ്പോഴും ഇമോഷണൽ നമ്മൾ പറഞ്ഞു കൺട്രോൾ ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത്, അതിനെ അലൈൻ ചെയ്ത് കൊണ്ടുപോകുക എന്നാണ്. റെസിലിയൻസ് എന്താണ്? ഇമോഷണൽ റെസിലിയൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇമോഷണൽ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സുലേഖ മാം? ശരിക്കും എന്താ റെസിലിയൻസ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. മ്യൂട്ടാണ് സുലേഖ മാം, അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയും. നമ്മൾ ഉൾക്കൊള്ളുന്ന കപ്പാസിറ്റി ഇതാണോ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ? ഇമോഷണൽ ഓക്കെ, നമ്മുടെ റെസിലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ
എന്താണ് ഇപ്പൊ നമ്മൾ റെസിലിയൻസിന്റെ ഏറ്റവും ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ പ്രതിരോധിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്. അതായത് ഇപ്പൊ എന്താണ് വെള്ളം ഒട്ടും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിലും അവിടെ ചിലപ്പോ ഒരു ചെടി അത് അതിന്റെ എന്താ വേര് ഡീപ്പായിട്ട് പോയിട്ട് എവിടെയെങ്കിലും കുറച്ച് വെള്ളം എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ആ വെള്ളം എടുത്തിട്ട്, കാരണം ബാക്കിയുള്ള ചെടികളെല്ലാം ചിലപ്പോൾ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും, ഈ ഒരു ചെടി മാത്രം എന്തായിരിക്കും, അല്ലെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ചെടി മാത്രം ഉണങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോ ഇതായിട്ട് നോക്കാറുണ്ടാവും. അപ്പൊ എന്താ അതുപോലെ നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതിനെ പ്രതിരോധിച്ച്, അല്ലാതെ ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഇഷ്യൂസ് ഒന്നും ഇല്ല വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു ജീവിതമല്ല നമ്മുടേത്, അല്ലെ? നമുക്ക് ലൈഫിൽ എപ്പോഴും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം പ്രതിരോധിച്ച് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ, അതായത് നമുക്കൊരു ഇന്നർ സ്ട്രെങ്ത്, അതായത് ഈ ഒരു പേര് ഇപ്പൊ എന്താണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പൊ ഒരു വാറ് വന്നു, അപ്പൊ ആ വാറുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് നമ്മൾക്ക് എല്ലാ സാധനങ്ങൾക്കും വില കൂടി, അതുപോലെ LPGയുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല. ഇപ്പൊ എന്താണ് നമ്മുടെ സ്ട്രെസ്, അതുപോലെ ഇപ്പൊ എന്താണ് ഇലക്ഷൻ കഴിഞ്ഞു, മറ്റൊരു ഇത്രയും നാളും ഒരു കക്ഷി ഭരിച്ചുകൊണ്ടിരുന്നു, ജസ്റ്റ് മാറി, അപ്പൊ ആ ഒരു മാറ്റം വരുമ്പോ അവിടെയും പല പല നമ്മളെ സ്ട്രെസ്സിലാക്കുന്ന പല പല കാര്യങ്ങൾ ഉണ്ടാവാം. ഓരോ കാര്യങ്ങളും വാറാവട്ടെ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ, അതായത് നമ്മുടെ വേൾഡിൽ എപ്പോഴും എന്താണ് ഏറ്റവും ഇപ്പൊ നമുക്ക് എളുപ്പം പറയാവുന്നത് നമ്മുടെ ശരിക്കുള്ള ക്ലാസ് എന്നായിരുന്നു, കഴിഞ്ഞ ചൊവ്വയും ബുധനായിരുന്നു. ഞാൻ ജസ്റ്റ് ഈവനിങ്ങിൽ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ എന്റെ വയറിന്റെ ഒരു ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഞാൻ ദേവി ഹോസ്പിറ്റലിൽ പോയി. അന്ന് അവിടെ ഭയങ്കര കാറ്റ് കാര്യങ്ങള്. നമ്മളവിടെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പെട്ടുപോയി എന്ന് തോന്നി. കാരണം മഴ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായി മഴ പെയ്തത് കൊണ്ട് റോഡിൽ മുട്ടോളം വെള്ളം. ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് 2018 ആ ഒരു ഇതാണ് ഫീൽ ചെയ്തത്. ഞങ്ങൾ പോണ വഴിക്ക് സൈഡില് മരം മറിഞ്ഞു ചാടി, ആ മരം മാറ്റിയ ശേഷമാണ്, ബോയ്സ് സ്കൂളിന്റെ അവിടെയുള്ള മരം മറിഞ്ഞു ചാടി, അത് മാറ്റിയ ശേഷമാണ് ഫ്രണ്ടിലേക്ക് പോണത്. അപ്പോഴും അത്രയും പ്രശ്നം തോന്നിയില്ല. അത് കഴിഞ്ഞ് സ്റ്റാച്യു ജംഗ്ഷന്റെ ആ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് മുട്ടോളം വെള്ളം. നമ്മൾ കാറും കൊണ്ട് പോകുമ്പോ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി, മറ്റേ ബൈക്കുകള്, ഈ കാറ് പോകുമ്പോ തിരയില്ലേ, കടലിൽ തിര തല്ലുമ്പോൾ വെള്ളം തട്ടായിട്ട് ആ ബൈക്കുകളെല്ലാം വെള്ളത്തിൽ മറിയാണ്. പിന്നീട് ഒരു കാറ് ബാക്കിൽ വരുമ്പോ ഓൾറെഡി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഈ ബൈക്ക്. അവിടെ ഒരു ബൈക്ക് ഉണ്ടെന്നോ അവർക്ക് ആ ഒരു ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ഈവൻ ആ ബൈക്ക് വെച്ചിട്ട് പോയ ആൾക്ക് തന്റെ ബൈക്ക് എവിടെയാന്ന് ഫുൾ വെള്ളമാകുമ്പോ അതായത് വെള്ളത്തിൽ മുങ്ങി പോവാണ് ശരിക്കും. ആ ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോ തിരിയണം, അവിടെയും ഫുള്ള് വെള്ളാ. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോകുമെന്ന് പോലും ഡൗട്ടാ. അപ്പൊ ഒരു ഓട്ടോ ഓൾറെഡി അതിന്റെ എഞ്ചിനിൽ വെള്ളം കയറിയിട്ട് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്റെ കാർ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഇതുള്ളത് കൊണ്ട് എന്റെ എഞ്ചിനിൽ വെള്ളം കയറിയില്ല. ഞാൻ ഓഫ് ആക്കാതെ അങ്ങ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അപ്പൊ ഓട്ടോക്കാരന്റെ അടുത്ത് ചോദിച്ചു, അങ്ങോട്ട് പോവോ, ഹോസ്പിറ്റലിലേക്ക് വണ്ടി പോവോന്ന് ചോദിച്ചു. മോള് പേടിക്കണ്ട, പൊക്കോളും, വിട്ടോന്ന് പറഞ്ഞു. ഞാൻ പോയി. അപ്പൊ എന്താണ് നമ്മൾ ശരിക്കും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ടൈമോ കാര്യങ്ങളാണ്. അതുപോലെ പല കടകളുടെ റൂഫൊക്കെ പറന്നു പോണു, അങ്ങനെയുള്ളൊരു ഇത്. കാരണം എന്താണ്, ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ജസ്റ്റ് ഒരു നിമിഷങ്ങൾക്കകം നമ്മൾ എന്താണ് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഞാൻ എത്തിപ്പെട്ടത്. അപ്പൊ നമ്മുടെ ക്ലാസ് അന്നാണ് ക്ലാസ് മാറ്റിയത്. പിറ്റേ ദിവസം ആണെങ്കിലും വൈഫൈ വന്നില്ല. പിറ്റേ ദിവസം അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ തലേ ദിവസത്തെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വൈഫൈ കാര്യങ്ങളൊന്നും കണക്ഷൻ ഇല്ലാത്തത്, അതുകൊണ്ടാണ് ആ 2 ദിവസത്തെ ക്ലാസ് നമ്മുടെ മാറ്റി വെക്കേണ്ടി പോലെ വന്നത്. ഇപ്പൊ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. വീട്ടിൽ നിന്ന് പോകുമ്പോ അവിടെ പോയി ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു. ഇതിനു മുന്നും ഞാൻ അങ്ങനെ പോകാറുണ്ട്. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചിവിടെ വരുന്നു, ഞാൻ ക്ലാസ് എടുക്കുന്നു. അതാണ് എന്റെ ഒരു ഉദ്ദേശം. പക്ഷെ എന്താണ് അതിന്റെ ഇടയിൽ നമുക്ക് പല പല, അതായത് നമ്മുടെ ലൈഫിൽ ഓരോ സ്ട്രെസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എപ്പോഴും വരാം. പക്ഷെ ആ ഒരു പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ഞാനിതൊരു പെട്ടെന്ന് എനിക്കുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് മാറ്റിയതിനെ കൊണ്ട് ആ ഒരു ഇത് ഓർത്തത് കൊണ്ട് പറഞ്ഞു. ഇതുപോലെ
ഇതാവണമെന്നില്ല. ഓരോരുത്തരുടെ ലൈഫിലും നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം. അപ്പൊ അതായത് നമ്മുടെ ഇമോഷൻസിന് നമ്മളെ ഹർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും, ഈവൻ ഗ്രീഫ് പോലും. ഗ്രീഫ് എന്താണെന്ന് അറിയാൻ പാടില്ലേ? നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പലതും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിനാണ് ഗ്രീഫ് എന്ന് പറയുന്നത്. മീൻസ് അതായത് നമ്മുടെ ബന്ധുമിത്രാദികളാവാം. അതിന് മാത്രമല്ല, ഇപ്പൊ ചിലവർക്കുണ്ടാവും ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ പൊന്നേ കരളേ എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്നത് നമ്മുടെ മൊബൈലായിരിക്കും. ആ മൊബൈൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതും അവരെ സംബന്ധിച്ച് എന്താണ്, ഒരു ഗ്രീഫാണ്. അതായത് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന, നമ്മൾ നമ്മുടേതാണെന്ന് കരുതി കൊണ്ടു നടക്കുന്ന സംഭവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വേദന, ആ വേദനയാണ് ഗ്രീഫ്. ഇതുപോലുള്ള ഇമോഷൻസ് നമ്മുടെ ലൈഫിൽ വരാം. വരില്ല എന്നല്ല, പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങളിൽ നമ്മൾ എന്താണ്, പതറിപ്പോകാതെ മുന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ ഇമോഷണൽ റെസിലിയൻസ്. അതായത് പ്രശ്നങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ പ്രശ്നങ്ങളില്ലാതെ സ്മൂത്തായ വഴിയിലൂടെ പോകുമല്ല. നമുക്ക് പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്താണ്, നമ്മൾ അവിടെ എന്താണ്, തളർന്നു പോകാതെ പോവാ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ അമ്മ, അച്ഛൻ മരണപ്പെട്ടു. അപ്പൊ ആ മരണപ്പെട്ട നിമിഷം നമുക്കൊരു സങ്കടം കാര്യം ഉണ്ടാകും. അതായത് അത് കഴിയുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ഇത് നടക്കാനുള്ള കാര്യമാണ് ലൈഫ്, അല്ലെ? മനുഷ്യരാരായാലും ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. ആ ഒരു അക്സെപ്റ്റൻസ് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഇമോഷണൽ റെസിലിയൻസ് ഉണ്ടാകുന്നത്. അത് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകാം. അല്ലാതെ എന്റെ മകൻ മരിച്ചു, അല്ലെങ്കിൽ എന്റെ അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് മരിച്ചു, ശരിയാണ്, അത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഏറ്റവും വലിയ സങ്കടമാണ്. പക്ഷെ ഈ ഒരു സങ്കടത്തിൽ ജീവിച്ച് അപ്പൊ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ മക്കളുണ്ടാവാം, മറ്റു പലരും ഉണ്ടാവാം, അവരുടെ ജീവിതം കൂടെ കഷ്ടത്തിലാക്കുകയല്ല നമ്മൾ വേണ്ടത്. ആ സമയത്ത് ആ വിഷമം നമ്മൾ പ്രകടിപ്പിച്ച് അവിടുന്ന് അത് അക്സെപ്റ്റ് ചെയ്ത് ഹീല് ചെയ്ത് എന്ന് പറഞ്ഞ് നമ്മൾ എന്താണ്, ഇമോഷണൽ റെസിലിയന്റ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ സങ്കടം വരില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, ഈ ഒരു പ്രശ്നം വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ, അന്ന് ദേവി ഹോസ്പിറ്റലിൽ പോയപ്പോ ആ ഒരു സമയത്ത് പേടിയും, ഇങ്ങനെ പോകും, എന്റെ വണ്ടി നിന്ന് പോകുമോ എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ ടെൻഷൻ അടിക്കാതെ ബാക്കി വണ്ടികൾ പോകുന്നുണ്ടല്ലോ, അവരുടെ പാത കറക്റ്റ് നോക്കി തൊട്ട് ഫ്രണ്ടിലെ വണ്ടി പോകുന്ന ആ സെയിം പാത്ത് നോക്കി പോയി. കാരണം എന്താ, തൊട്ട് ഫ്രണ്ടിലെ വണ്ടി പോകുമ്പോൾ സേഫ് ആയിട്ടാണല്ലോ അത് പോയേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ദേവി ഹോസ്പിറ്റലിൽ വരെ പോയപ്പോ എനിക്ക് പ്രശ്നമില്ല. കാരണം തൊട്ട് ഫ്രണ്ടിലെ വണ്ടി പോകുന്നതിന്റെ ആ കറക്റ്റ് പാത്ത് നോക്കി ഞാൻ അവിടെ വരെ എത്തി. അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് തീയാൻ നേരത്ത് വണ്ടിയില്ല ഫ്രണ്ടില്. അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവിടെ സേഫ് ആയിട്ട് ഞാൻ അവിടെ ചോദിച്ചു. ഓക്കെ, അപ്പൊ എനിക്ക് ആദ്യം ഒരു ടെൻഷൻ വന്നു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് വല്ലതും മറിഞ്ഞു കിടക്കുന്നത് എന്റെ കാറ് കൊണ്ടുപിടിക്കുന്നത് അതായിരിക്കും. ഇനി അവിടെ വല്ല ഓടയുണ്ടെങ്കിൽ, കാരണം അവിടുന്ന് അടുത്ത വഴിയിലേക്ക് തിരിയാം, അപ്പൊ ഓടയുണ്ട്, ആ ഓടയില് എന്തെങ്കിലും സ്ലാബ് മാറിക്കിടക്കാൻ, ഫുള്ള് വെള്ളമാണല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ആ സ്ലാബ് വല്ലതും മാറിക്കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ കാറ് കൊണ്ടുപോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ വീഴും. അപ്പൊ എന്തുണ്ടാവും, നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ആ ടെൻഷൻ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ തൊട്ടടുത്തിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആ ഓട്ടോ ഡ്രൈവറിന്റെ അടുത്ത് ചോദിച്ചു, അങ്ങോട്ട് പോകുന്നത് സേഫ് ആണോ? അപ്പൊ ആള് സേഫ് ആണെന്ന്, സേഫ് ആയിട്ട് സംഭവം കൊണ്ടുവരും. അതുപോലെ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് അതിന് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതായത് ഒരിക്കലും ലൈഫിൽ ഇഷ്യൂസ് ഇല്ലാതെ, ഒന്നുമില്ലാതെ ഹാപ്പി ആയിട്ട് മാത്രമല്ല നമുക്ക് പോകേണ്ടത്. നമുക്ക് പ്രശ്നങ്ങൾ വരും, ആ വരുന്ന പ്രശ്നങ്ങളെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഉള്ള ഒരു കപ്പാസിറ്റിക്കാണ് നമ്മൾ ഇമോഷണൽ, അതായത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റിയാണ് ഇമോഷണൽ റെസിലിയൻസ്. എബിലിറ്റി ടു അഡാപ്റ്റ് ഡ്യൂറിങ് സ്ട്രെസ്. നമുക്ക് സ്ട്രെസ് വരുമ്പോ ആ സ്ട്രെസ്സിന്റെ സമയത്ത് നമ്മൾ അഡാപ്റ്റേഷൻ, അല്ലെ? ഇപ്പൊ തവള ഓന്ത് നിറം മാറുന്നു, ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പ്രശ്നങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിറം മാറി നമ്മളെ സേഫ് ആക്കി മുന്നോട്ട് പോകും. അതായത് ഒരു ഇമോഷണൽ പെയിൻ വരാം. അപ്പൊ എന്താണ്, എനിക്കൊരു സംഭവം നഷ്ടപ്പെട്ടു, എനിക്ക് സങ്കടമാണ് വന്നതെങ്കിൽ ഒരു ഈ
ഇമോഷണൽ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. അപ്പോ നമ്മൾ പലപ്പോഴും പലരെയും കളിയാക്കാം. ഒരു കുഞ്ഞു കുട്ടിക്ക് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട് കിട്ടിയ ഒരു പെൻസിൽ, ആ പെൻസിൽ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൻസിൽ ഒടിയുക എന്നത് ആ കുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര വലിയ പെയിനാണ്. നമുക്ക് ആ പെയിൻ കാണുമ്പോ ഇതൊരു 5 രൂപയല്ലേ ഉള്ളൂ, പുതിയതൊരെണ്ണം വാങ്ങിച്ചാൽ മതി, നമുക്ക് അത്രയായിരിക്കും അതിന് ഫീലിംഗ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ച് അതിന്റെ പെയിൻ എന്തായിരിക്കും? ആ കുട്ടിക്ക് 5 രൂപയോ അത് പുതിയതൊരെണ്ണം കിട്ടുന്നതല്ല, അവന്റെ ആ സാധനം ആദ്യം കൈ കിട്ടിയത് ആ മൊമെന്റിൽ ഒടിഞ്ഞു പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിൻ. അപ്പൊ ആ ഒരു പെയിൻ പോലെയാണ് ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പെയിൻ എനിക്ക് വലുതായിരിക്കും, പക്ഷെ അത് മറ്റൊരാൾ കേൾക്കുമ്പോ എന്താ, ഓ ഇത്ര സില്ലി മാറ്റർ. ഇങ്ങനെയല്ല, ഓരോരുത്തരുടെ പെയിനും അവരെ സംബന്ധിച്ച് അത് വലുതാണ്. ആ ഒരു പെയിനിൽ തുടരുകയല്ല വേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്നും ഇന്ന് എനിക്കൊരു ചെറിയ രാവിലെ ഒരു ഇമോഷണൽ പെയിൻ ഉണ്ടായി. എന്താന്ന് പറയാ, ഇന്ന് ഞാൻ ഓഡിറ്റിന് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് ഞാൻ ഞങ്ങളുടെ മതിലില് ഫുൾ ഒരു ചെടി കൊണ്ടുവന്ന് അത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഒരു 3-4 വർഷം കൊണ്ടാണ് അത് വളർന്ന് അത്രയും ഹാങ് ഇല്ലേ, കണ്ടിട്ടില്ലേ മതിലേൽ ഇങ്ങനെ ചെടി തൂങ്ങിക്കിടന്നിട്ട് ഫുൾ മഞ്ഞ പൂ ഉണ്ടായി നിൽക്കുന്നത്. ഒരു 3-4 വർഷമായി മുമ്പായി അത് ഞാൻ കൊണ്ടുപോയി നട്ട് അത് ആ മതിലില് വളർന്ന് ഇപ്പൊ അടുത്ത് പെയിന്റ് അടിച്ചു. ഈ ചെടി നിൽക്കുന്ന അത്രയും പോർഷൻസ് ഞാൻ പെയിന്റ് അടിക്കാൻ സമ്മതിച്ചില്ല, കാരണം ഈ ചെടി പോവുമല്ലോ. അതുകൊണ്ട് അത്രയും സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലമൊക്കെ പെയിന്റ് അടിക്കുകയൊക്കെ ചെയ്ത് ഇത്രയും പൊന്നേന്ന് ഭയങ്കര. ഈ പ്രാവശ്യമാണ് അത് ആദ്യമായിട്ട് പൂത്തത്. പൂത്ത് കഴിഞ്ഞപ്പോ എനിക്കും ഭയങ്കര ഹാപ്പിയായി. തൊട്ടടുത്തുള്ള എല്ലാവരും ചോദിച്ചു, ഓ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ, ഇത് എവിടെന്നാ ഇത് വാങ്ങിച്ചേ, ഞങ്ങൾക്കും വേണം ഇതിന്റെ കൊമ്പ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് രാവിലെ ചെന്ന് നോക്കുമ്പോ അതാരോ ആ ഒരു ഞങ്ങളുടെ ആ വീടിന്ന് ഇതിലേക്ക് പടർന്ന ഭാഗത്ത് നിന്ന് വെച്ചിട്ട് ഫുൾ കട്ട് ചെയ്തേക്കാണ്. റോഡ് ക്ലീൻ ചെയ്യാൻ വന്നവരാണ്, ആരാണെന്ന് അറിയില്ല. സംഭവം എന്റെ ഒരു 3 വർഷത്തെ എന്താണ് ഇതാണ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്തു, എനിക്ക് സങ്കടം വന്നു. ഞാനത് മനസ്സിലാക്കി, ഓ ഞാൻ ഇത്രയും നാള് ഞാൻ ഇതാക്കി, ഫസ്റ്റ് ടൈം ഈ പ്രാവശ്യം പൂത്തു, എല്ലാവരും നല്ലതാന്ന് പറഞ്ഞല്ലോ, അത് പോയല്ലോ, ഇനി ഇത്രയും വളർന്നു വന്നെങ്കിൽ എത്ര ടൈം പിടിക്കും, എനിക്കൊരു സങ്കടം തോന്നി. നെക്സ്റ്റ് ഞാൻ പുറത്ത് പോയി ഈ ഒടിച്ചിട്ടായിരുന്ന ആ ചെടികളെല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. നെക്സ്റ്റ് അത് കാരണം ഇത്രയും നാളെ ഞാനപ്പോ ചിന്തിച്ചത് എങ്ങനെയാ, 3 വർഷം പിടിച്ചത് ആകെ 2 ഇതാണ് കൊണ്ടുവന്ന് നട്ടത്. ആ 2 എണ്ണത്തിൽ ഇത്രയും പടർന്നു വരാനാണ് ഇത്രയും സമയം പിടിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ പറിച്ചിട്ടിരിക്കുന്ന ആ ചെടിയിൽ എല്ലാത്തിലും നോക്കിയപ്പോ വേരുണ്ട്, ആ വേര് കൊണ്ടുവന്ന് വീണ്ടും നട്ടു. അങ്ങനെ എല്ലാ സൈഡിലും നട്ടു. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇത്രയാണ്, എല്ലാ സൈഡിൽ നിന്നും കൂടെ വളർന്നു വരുവാണെങ്കിൽ 1 ഇയർ കൊണ്ട് തന്നെ ഇത്രയും എന്താണ് പെട്ടെന്ന്. അപ്പൊ എന്താണ്, ഞാൻ നെക്സ്റ്റ് മൊമെന്റ് ഫസ്റ്റ് നമുക്ക് സങ്കടം വന്നില്ല എന്നല്ല, കാരണം ഞാൻ ചെയ്ത ഒരു സംഭവമാണ്, അത് നശിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു വിഷമം ഉണ്ടാവും. ആ ഇമോഷണൽ പെയിൻ നമുക്ക് ഉണ്ടാകാം, പക്ഷെ അതില് ഇനി എന്റെ ഇത് പോയല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കല്ല. നെക്സ്റ്റ് മൊമെന്റ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തായിരുന്നു, ആ ചെടിയുടെ എടുത്തുകൊണ്ട് വരിക, വീണ്ടും നടുക. ഞാൻ ഹാപ്പിയായി. ഞാനപ്പോ ചിന്തിച്ചെന്താ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 3 വർഷം കൊണ്ടോ കറക്റ്റ് എനിക്ക് അറിയില്ല, 3-4 വർഷമായി സാധനം, കാരണം ഇത് വളർന്ന് ഇത്രയും വരെ എത്താൻ. ഇനി ഞാൻ അപ്പൊ എനിക്ക് പിന്നെ ഹാപ്പിയാ തോന്നിയത്, ഇത് ഫുള്ള് ഞാൻ എല്ലാ സ്ഥലത്തും പിടിപ്പിച്ചു കഴിയുമ്പോ ഈസി ആയിട്ട് എനിക്ക് ഇത്രയും ടൈം ഡ്യൂറേഷൻ ഉണ്ടാവില്ലല്ലോ, പെട്ടെന്ന് തന്നെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുമല്ലോ എന്നുള്ള ഹാപ്പിയോടുകൂടിയല്ല ഞാൻ നട്ടു. അപ്പൊ എന്താണ്, നമുക്ക് ഇമോഷൻസ് സങ്കടങ്ങൾ വരാം, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, റിക്കവർ ചെയ്ത് വരും. സ്റ്റേ ബാലൻസ്ഡ് ഡ്യൂറിങ് ചാലഞ്ചസ്. എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ വരുമ്പോ എന്താ, നമ്മളവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുക. നമ്മളെപ്പോഴും സ്റ്റേബിൾ ആയിട്ട്, അതാണ് ഇമോഷണൽ റെസിലിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രശ്നങ്ങൾ വരുമ്പോ അത് അക്സെപ്റ്റ് ചെയ്ത് അതിന് ഇനി എന്താണോ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കത് പറ്റില്ലാത്ത കാര്യമാണെങ്കിൽ ആ സങ്കടത്തിൽ കഴിയാതെ അത് ഹീൽ ചെയ്ത് നമ്മൾ റിക്കവർ ആയിട്ട് മുന്നോട്ട് വരുന്നതാണ് ഇമോഷണൽ റെസിലിയൻസ്. ക്ലിയർ ആയില്ലേ എന്താ ഇമോഷണൽ റെസിലിയൻസ് എന്ന്?
ഇല്ലേ? നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവില്ലേ ഇതുപോലുള്ള സങ്കടകരമായ അവസ്ഥകള്? ഉണ്ട് ഉണ്ട് ഇല്ലേ സുലേഖ മാം? ഉണ്ട് മാം ഉണ്ട് പലപ്പോഴും ലൈഫിൽ ഉണ്ടാവാറില്ലേ? ഉണ്ട് ഉണ്ടാകാറുണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ വിഷമത്തിൽ തന്നെ തുടരുകയാണോ വേണ്ടത്? അല്ല, അല്ല. കുറച്ച് കുറച്ച് ആ ഒരു കഴിയുമ്പോ അത് സമയം, കുറച്ച് നേരം അതിന് റിക്കവർ ആവാൻ കുറച്ച് സമയം വേണ്ടി വരും. ആ സമയം നമ്മൾ എടുക്കുക, എന്നിട്ട് അതിന്ന് റിക്കവറായി നമ്മൾ വരിക. നമ്മുടെ അംബിക മാമിന്റെ ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കൂട്ടത്തിലുള്ള അംബിക മാമിന്റെ. അതായത് അംബിക മാമിന്റെ ഏറ്റവും വലിയ സങ്കടമായിരുന്നു അംബിക മാമിന്റെ മകൻ അംബിക മാമിനെ വിട്ടു പിരിഞ്ഞു പോയത്. പക്ഷെ ഇപ്പൊ എന്താണ്? അംബിക മാം ഒന്ന്, അംബിക മാം ഇല്ലേ? ഇപ്പൊ അംബിക മാം എന്താണ് ആ ഒരു കാര്യം, ഇപ്പൊ അംബിക മാമിന്റെ കൂടെ ആ മോൻ ഉള്ളത് പോലെയാണ് അംബിക മാമിന്റെ ഫീലിംഗ്. അംബിക മാമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ പ്രചോദനവും ആ മോൻ തന്നെ. അല്ല അംബിക മാം? മാമില്ല എന്നത് ആളില്ലെന്ന് തോന്നുന്നു. അപ്പോ നമുക്ക് പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകാം. ആ സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ പിന്നീട് നമ്മളുടെ കരുത്ത്. ഇമോഷണൽ റെസിലിയൻസ് മാറ്റേഴ്സ്, അതായത് എന്താണ്? റെഡ്യൂസ് ഓവർവെൽ ആൻഡ് ബേൺ ഔട്ട്. അതായത് നമ്മൾ ആ ഒരു സങ്കടത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? തകർന്ന് പോകും. ഇപ്പോ നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ അംബിക മാം ആണെങ്കിൽ എന്താണ്? ക്ലാസ് എടുക്കാൻ പോകുന്നു, ഇപ്പോ സ്റ്റേജ് വാറിൽ മത്സരിക്കാൻ പോകുന്നു, ഏതൊരു മേഖലയിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ഇപ്പോ നമ്മൾ ഏറ്റവും അംബിക മാമിന് ഏറ്റവും ഇഷ്ടമുള്ള ആ മോന് എപ്പോഴും അംബിക മാം സന്തോഷത്തോടെ ഇരിക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതായിരിക്കും അവർക്കും സന്തോഷം. അല്ലാതെ അവര് പോയി എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞ് നമ്മുടെ ലൈഫ് നശിപ്പിക്കുന്നത് കാണുമ്പോൾ അവർക്കും സങ്കടം വരുള്ളൂ, അല്ലെ? അപ്പൊ അവര് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കുന്നത് കാണുന്നതായിരിക്കും അവർക്ക് ഏറ്റവും സന്തോഷം. അപ്പൊ അവര് മരണപ്പെട്ടാലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും എന്താണ്? ആ മരണപ്പെട്ടവർക്കും സന്തോഷം ഉണ്ടാകുന്നത്. പകരം എന്താണ്? നമ്മുടെ ലൈഫ് സ്പോയിലാക്കി കളഞ്ഞു കഴിയുമ്പോൾ അവർക്കും ഒരിക്കലും സന്തോഷമില്ല, നമുക്കും ലൈഫിൽ ഇതുണ്ട്. ഇൻക്രീസ് സ്ട്രെസ് ടോളറൻസ്. നമുക്ക് ഇമോഷണൽ റെസിലിയൻസ് ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ പൊരുതി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും. അതുപോലെ സ്ട്രെങ്തൻസ് റിലേഷൻഷിപ്പ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ചൂടായി അല്ലെങ്കിൽ അവരുമായിട്ട് വഴക്കുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. പകരം നമുക്ക് എന്താണ്? ഒരു ഇഷ്യൂ വന്നു, ആ ഒരു ഇഷ്യൂ വരുമ്പോ ആ ഇഷ്യൂ പല രീതിയിൽ നമ്മൾക്ക് പ്രതികരിക്കേണ്ട സ്ഥലമാണ്. ഇപ്പൊ എന്താണ്? ചിലപ്പോ എന്താണ്? നമ്മളെ അത് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, ദേഷ്യപ്പെടുത്തുന്ന സ്ഥലമാണ്. നമ്മൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ചൂടാവുകയൊക്കെ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ സ്ഥലത്ത് എന്താ? ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ എന്താണ്? ഇല്ല, നമ്മൾ അതിന്റെ കോർ കണ്ടന്റ് ഇതെങ്ങനെ മുന്നോട്ട് പോകാം എന്ന് മനസ്സിലാക്കി നമ്മൾ നല്ല രീതിയിലാണ് അവിടെ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാം. നേരെ തിരിച്ച് ചിലപ്പോ വളരെ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വളരെ സങ്കടത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ നമ്മൾ അവരെ സമാധാനിപ്പിച്ച് അവർക്ക് വേണ്ട ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താണ്? ആ ഒരു അവരെ ഒന്ന് പൊക്കിക്കൊണ്ട് വരുമ്പോൾ, അല്ലാതെ അപ്പൊ ഫ്രണ്ട് സങ്കടപ്പെട്ടിരിക്കുക കൂടത്തിൽ പോയി ഞാനും കൂടി കരയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ അവിടെ അവരെ കൈപിടിച്ച് ഉയർത്തുമ്പോ ആ കൈപിടിച്ച് ഉയർത്തുന്നവരെ ആയിരിക്കും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഏറ്റവും ബെറ്റർ ആയിട്ട് കാണുന്നത്. അല്ലാതെ സങ്കടത്തിൽ നിൽക്കുന്നവനെ കൂടത്തിൽ കരഞ്ഞ് നീ സങ്കടപ്പെടുവല്ലേ, അപ്പൊ അവനൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പോയി ഒന്നുകൂടെ കൂടത്തിൽ കരഞ്ഞ് അതല്ല ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഒരാള് സങ്കടത്തിലാണെങ്കിൽ ആ സങ്കടത്തിൽ നിന്ന് നമ്മൾ എന്താണ്? അവർ ആ പ്രോബ്ലത്തിന്റെ ഉള്ളിലായിരിക്കും നിൽക്കുന്നത്. നമുക്ക് പുറത്ത് നിന്ന് ആ പ്രോബ്ലത്തെ നോക്കി കാണുമ്പോൾ അതിന് വേണ്ട സൊല്യൂഷൻസ് കിട്ടും. അപ്പൊ അവരെയും ആ പ്രോബ്ലത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്രോബ്ലത്തിന്റെ ഉള്ളിൽ കിടന്ന്
കളിക്കുമ്പോൾ നമുക്ക് എന്താണ് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, ഒരാളൊരു ആരോ എറിഞ്ഞു നമ്മുടെ ശരീരത്തേക്ക്, നമുക്ക് വേദന എടുക്കുമല്ലോ? മറ്റേ ഇതില്ലേ, അമ്പ് ചെയ്തു, ഒരാളൊരു അമ്പ് ചെയ്തു നമ്മുടെ ദേഹത്ത് വന്ന് കൊണ്ടു, വേദന എടുക്കുമല്ലോ? വേദന എടുക്കും. വേദന എടുക്കും. ഓക്കെ, ഇനി നമ്മൾ തന്നെ നമ്മുടെ ഈ അതായത് ഒരാള് ഒരമ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ കൊണ്ടു, വേദന എടുത്തു, അന്ന് ഞാനൊന്ന് സ്വന്തം എറിഞ്ഞു നോക്കാം, അപ്പൊ വേദന എടുക്കുമെന്ന് അറിയാൻ കരുതി വീണ്ടും എറിഞ്ഞാലോ? ഞാനാണ് എറിയുന്നത്, അപ്പൊ വേദന എടുക്കൂ? എത്രയാണെങ്കിലും വേദന എടുക്കും. പറഞ്ഞു, മറ്റുള്ളവർ അമ്പ ചെയ്താലും നമുക്ക് വേദന എടുക്കും, നമ്മൾ സ്വന്തം അമ്പ ചെയ്താലും നമുക്ക് വേദന എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കുക ആരെങ്കിലും സ്വന്തം അമ്പ ചെയ്യാറുണ്ടോ എന്ന്? നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. അതായത് മറ്റുള്ളവരുടെ അമ്പെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് വരിക, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടും. കൂട്ടത്തില് മറ്റുള്ളവരുടെ വാക്കുകള് കേട്ടിട്ട് നമ്മൾ സ്വയം നമ്മളെ വീണ്ടും കുറ്റപ്പെടുത്തും. തോറ്റു, അല്ലെങ്കിൽ നീ കഴിവട്ടവള, അതുകൊണ്ടാണ് നീ തോറ്റുപോയത്. നമ്മള് രണ്ടമ്പ് ഏതാന്ന് മനസ്സിലായോ? പുറമേന്ന് വരുന്ന അമ്പ് നമ്മൾ ഓൾറെഡി ഒരു ഇതിൽ തോറ്റു. ചിലപ്പോ എന്താണ്, ആ സമയത്ത് നമുക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല, വേറെ എന്തെങ്കിലും പ്രശ്നം കാരണമായിരിക്കും. പക്ഷെ തോറ്റ് സങ്കടത്തിൽ നിൽക്കുമ്പോ നമ്മൾ സ്വയം വീണ്ടും കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നീ കഴിവ് കെട്ടവളാണ്, നിനക്കൊന്നും ഇതിനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ തന്നെ നമ്മളെ വീണ്ടും എന്താണ് അമ്പുകൊണ്ട് നമ്മുടെ ശരീരത്തെ മുറിവേൽപ്പിക്കുകയാണ്. അങ്ങനെയാണോ വേണ്ടത്? ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട്സിന് ഒരു പ്രശ്നം പറ്റിയാൽ നമ്മൾ നേരെ തിരിച്ചു പറയും, പോട്ടടാ, ഈ പ്രാവശ്യം തോറ്റു, എന്നാലും കുഴപ്പമില്ല, നെക്സ്റ്റ് പ്രാവശ്യം നമ്മൾ എടുക്കും. പക്ഷെ നമ്മളോടാവുമ്പോൾ നമ്മൾ നേരെ തിരിച്ചായിരിക്കും. ഒരിക്കലും അത് പാടില്ല. നമ്മുടെ ഇമോഷണൽ റെസിലിയൻസിൽ വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം. അതുപോലെ നമ്മുടെ ഇമോഷണൽ റെസിലിയൻസ് ഉള്ളപ്പോൾ നമ്മുടെ കോൺഫിഡൻസ്, അതുപോലെ നമ്മുടെ സ്ട്രെങ്ത്, ഇതെല്ലാം ഇൻക്രീസ് ചെയ്യും. സ്ട്രോങ് വേഴ്സസ് ലോ റെസിലിയൻസ്. സ്ട്രോങ് ആയിട്ടുള്ള ആളുകള് അവരെന്തായിരിക്കും? കാം അണ്ടർ പ്രഷർ. സ്ട്രോങ് ആയിട്ടുള്ളവര് ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു പ്രശ്നം വന്നാൽ അതിനനുസരിച്ച് ഓന്തിന്റെ സ്വഭാവം, ഓന്തിനെ പോലെ നിറം മാറുന്നു പറയില്ലേ, അതുപോലെ നമുക്ക് ആ പ്രശ്നത്തിനനുസരിച്ച് നമുക്ക് അതിന് അനുയോജ്യമായ രീതിയിൽ പോവാൻ ഉള്ള ഒരു കപ്പാസിറ്റി. അതുപോലെ എന്താണ്? ഹെൽത്തി ബൗണ്ടറി സെറ്റിംഗ്. ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വേണ്ടത് സോഷ്യൽ മീഡിയ ബൗണ്ടറിയാണ്. നമ്മൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് അവരുടെയൊക്കെ ലൈഫ് എന്ത് സുഖാണ്, ഞാൻ കളിയാക്കി പറയുന്നല്ല കേട്ടോ, ഈ ഞാനും ചിന്തിച്ചേക്കണതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇത്ര ഇത് പറയെങ്കിലും ഇതുപോലെ ഞാനും മാറി വന്ന വ്യക്തിയാണ്. അപ്പോ ഇതുപോലെ ഞാനൊരു ക്ലാസ്സിൽ ചെല്ലുമ്പോ ആ ക്ലാസ്സിൽ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഒരു മുസ്ലിം, ഒരു 55 വയസ്സൊക്കെയുള്ള ആളാണ്, ലേഡിയാണ്. അപ്പോ അതിന്റെ ഹസ്ബൻഡിന്റെ കൂടെ ദുബായിൽ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും, അതുപോലെ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ക്ലാസ്സിൽ എല്ലാവരോടും ഇടപെടുന്നത്. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, പുള്ളിക്കാരി ഭയങ്കരമായിട്ട് മുസ്ലിം തന്നെയാണ്. ഇപ്പൊ മാപ്പിളപ്പാട്ടുകളൊക്കെ പാടുക. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കമ്പനി ആവുമല്ലോ. കമ്പനി ആയി കഴിഞ്ഞു ഞാൻ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, ഞാൻ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ദുബായിൽ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞാനും കൊതിച്ചു, എന്തൊരു നല്ല സുഖമുള്ള ലൈഫ്. എനിക്ക് ഇതുവരെയായിട്ട് ബുർജ് ഖലീഫ കാണാൻ പറ്റിയിട്ടില്ല. ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണപ്പോ ഇവരുടെയൊക്കെ ലൈഫ് സുഖം. അത് കഴിഞ്ഞ് ഒരു 1 ഇയറിന് ശേഷം ആളെന്നെ വിളിക്കുകയാണ്, എന്റെ ഹസ്ബൻഡ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളാണ്, എനിക്ക് ഡൈവോഴ്സ് വേണം. അപ്പോ അതാണ് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയ ബൗണ്ടറി, സോഷ്യൽ മീഡിയയിൽ എല്ലാം നമ്മുടെ പോസിറ്റീവ്സും കാര്യങ്ങളുമാണ് ഇടുന്നത്. നമ്മൾ മറ്റുള്ളവരെ വെച്ച് പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യും?
ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിലും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ അക്കരപ്പച്ച എന്ന് പറയും. ഇതുപോലെ തന്നെ മറ്റൊരു ഫ്രണ്ടിന്റെ ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ എന്റെ ലൈഫ് വെച്ച് പറയുന്ന, കാരണം ഞാൻ ചിന്തിച്ചേക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ ഇപ്പോഴാണ് എന്റെ ലൈഫിൽ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ ലൈഫിൽ മാറ്റങ്ങൾ ഇതുപോലെ ക്ലാസ്സുകളും കാര്യങ്ങളും കഴിയുമ്പോഴാണ് ചേഞ്ച് ആയിട്ട് വരുന്നത്. എന്റെ മറ്റൊരു ഫ്രണ്ട് അക്യുപഞ്ചറിസ്റ്റ് ആണ്. അവർ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കും ചെറിയ കാലത്തൊക്കെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് എന്താണ് അങ്ങനത്തെ ഒരു ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എന്റെ ഇതനുസരിച്ച് ഞങ്ങളൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര എന്താ ഒരു ഗ്രാമപ്രദേശത്ത് വളർന്ന കുട്ടിയാണ്. ഒരുപാട് റെസ്ട്രിക്ഷൻസോടുകൂടി വളർന്നതാണ്. അപ്പൊ ഇവിടെ ലവ് മാരേജ് ആണ്. അപ്പൊ ഞാൻ ആലോചിക്കും, ഇവളുടെയൊക്കെ കഴിവ് അപാരാണ്. കാരണം ഇത് വീട്ടിൽ പറഞ്ഞ് പ്രസന്റ് ചെയ്ത് വീട്ടുകാരുടെ പെർമിഷൻ വാങ്ങിച്ച് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വലിയ കാര്യമായിട്ടാണ് ഗ്രാമപ്രദേശത്ത് സാധാ മുസ്ലിം ഫാമിലിയിലുള്ളവരെ സംബന്ധിച്ച് അതൊക്കെ ഒരു വലിയ കാര്യമായിട്ടാണ്. അതൊന്നും അല്ല എനിക്ക് ഏറ്റവും ഇതായിട്ട് ഫീൽ ചെയ്തത്. അക്യുപഞ്ചറിസ്റ്റ് ആയതുകൊണ്ട് ഇവര് ഡെലിവറി ഒന്നും ഹോസ്പിറ്റലല്ല. ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഹസ്ബൻഡുമാർ ഡെലിവറി ടൈമിൽ ഭാര്യയുടെ കൂടെ കയറുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സംഭവം നടക്കുന്നത് സമയത്ത് അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. അവര് വീട്ടില് അക്യുപഞ്ചറിസ്റ്റ് ആണ്, ഹസ്ബൻഡ് തന്നെയാണ്. ഈ 3 കുട്ടികളുണ്ട്, 3 കുട്ടികളുടെയും ഡെലിവറിയും കാര്യങ്ങളും എല്ലാം ചെയ്തു. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ഞാൻ അവരുടെ ലൈഫിനെ എന്റേതായ രീതിയിൽ ഞാനും ഓ എത്ര ഭാഗ്യവാന്മാര്, ആ ഒരു രീതിയിൽ. ഈ പറഞ്ഞതുപോലെ പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോ എന്റെ ലൈഫിലേക്ക് ആളും കൗൺസിലിങ്ങിനായിട്ട് വന്നു. റീസൺ ഹസ്ബൻഡ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? മറ്റുള്ളവരുടെ ലൈഫിലെ നന്മകള് കാര്യങ്ങള് നമ്മളെപ്പോഴും എല്ലാവരും അവരവരുടെ നന്മകള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ ഇങ്ങനെ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഹെൽത്തി ബൗണ്ടറി, നമ്മുടെ മൈൻഡിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതായത് എല്ലാവരുടെയും ലൈഫിലെ നന്മകൾ മാത്രം കേട്ടിട്ട് അതുപോലെയാണ് എന്റെ ലൈഫ്, നമ്മൾ കമ്പാരിസൺ. അപ്പോ അതൊരു ബൗണ്ടറിയാണ്. കമ്പാരിസൺ എന്ന് പറയുന്ന സംഭവം മെയിൻറ്റെയിൻ ഹെൽത്തി ബൗണ്ടറിയിൽ ഏറ്റവും അത്യാവശ്യം നമ്മൾ കമ്പാരിസൺ പാടില്ല. എന്റെ ഈ ഫിംഗർ പ്രിന്റ് ഉള്ള ഈ ലോകത്ത് മറ്റൊരാളില്ല, എന്റെ ക്യാരക്ടറുള്ള മറ്റൊരാളില്ല. ഞാൻ യുണീക്ക് ആയതുപോലെ എന്റെ കൂടെയുള്ള എല്ലാവരും യുണീക്കാണ്. ആ യുണീക്നെസ് നമ്മൾ മനസ്സിലാക്കണം. ആ യുണീക്നെസ് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ്? സ്ട്രോങ് ആയിട്ട് റെസിലിയൻസ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും, അല്ലേ? എനിക്കൊരു സങ്കടം വരുന്നത്, അയ്യോ എനിക്ക് ഭയങ്കര വിഷമമാണ്, സങ്കടമാണ്, എനിക്ക് സങ്കടം വരുന്നു എന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്? അതാണ് നമ്മുടെ സ്ട്രോങ് റെസിലിയൻസ്. ഈ ലോ റെസിലിയൻസ് ഉള്ളവര് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാതെ, സോഷ്യൽ മീഡിയ കാരണം വരാം, ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ, പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നമ്മുടെ അതായത് എന്താണ് ബെസ്റ്റ് ഫ്രണ്ട്സ് പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് നോ പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മൾ അവിടെ എല്ലാം ഫ്രണ്ട്സ് പറയുന്ന കാര്യം, എന്നാൽ അവിടെ എല്ലാം യെസ് പറയുന്നവര് എനിക്ക് റെസ്റ്റ് വേണ്ട ടൈമാണ്. അപ്പോഴായിരിക്കും ഫ്രണ്ട് ഒന്ന് പുറത്തു പോകണം വാ എന്ന് പറഞ്ഞ് വിളിക്കും. നമ്മൾ നമുക്കിനോട് നോ പറയുന്നു, പകരം ഫ്രണ്ടിനോട് യെസ് പറയുന്നു. ഫ്രണ്ടിനെ സന്തോഷിപ്പിക്കാൻ ഫ്രണ്ടിന്റെ കൂടെ പോകുന്നു. നമ്മുടെ റെസ്റ്റ് നമ്മൾ അവിടെ. ഒരിക്കലും അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിട്ട് നമ്മൾ അവിടെ സോഷ്യൽ എന്താണ് ഒരു ഹെൽത്തി ബൗണ്ടറി. ഞാൻ ഓക്കെ അല്ലടാ, അവിടെ ആ ഒരു റിലേഷൻഷിപ്പിന് യാതൊരു പ്രശ്നവും വരില്ല. അവിടെ നമ്മൾ പറയുക ഞാനിപ്പോ ഓക്കെ അല്ലടാ, അടുത്ത ദിവസം പോകാം. അവിടെ എവിടെയാണോ നോ പറയേണ്ടത്, അതായത് നമ്മൾക്ക് റെസ്റ്റ് വേണം, അപ്പൊ നമുക്ക് അവിടെ നമ്മളോട് യെസ് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിനോട് നോ പറയണം, ആണ് ഹെൽത്തി ബൗണ്ടറി. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ അല്ലാത്തവര് പെട്ടെന്ന് എക്സോസ്റ്റഡ് ആവും, ഓവർവെൽംഡ് ആവും. നമുക്കത് ഇമോഷണലി നമ്മളെ ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോ സ്ട്രോങ് റെസിലിയന്റ് ആയിട്ട് നമ്മൾ ഇരിക്കേണ്ടത് നമ്മുടെ
അത്യാവശ്യമാണ്. നമ്മൾ ആദ്യമത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു നമ്മുടെ 3 ഇത് ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ് അല്ലെ? ഈ ഒരു 3 രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഈ ഫൈറ്റ് വരുമ്പോഴാണ് നമുക്ക് എന്താണ് അല്ലെ, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പൊ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ ഫൈറ്റ് മോഡ് വരുമ്പോഴാണ് നമുക്ക് ആങ്കർ, ഇറിറ്റേഷൻ ഒക്കെ വരുന്നത്. ഫ്ലൈറ്റ് വരുമ്പോൾ ആങ്സൈറ്റി ആൻഡ് ഓവർ വർക്കിംഗ്, ഫ്രീസ് വരുമ്പോൾ നംനെസ്. അപ്പോ ഇമോഷണൽ റെസിലിയൻസിന് നമുക്ക് എന്താണ് എന്നുള്ളത്, നമ്മൾ ഏത് മോഡിലാണ്, ഫൈറ്റ് മോഡിലാണോ, ഫ്ലൈറ്റ് മോഡിലാണോ, ഫ്രീസ് മോഡിലാണോ എന്നുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം. അതായത് ഞാനിപ്പോ ദേഷ്യപ്പെടാൻ ബോഡി ആ ഒരു ഇതിലാണ് എന്നുള്ള അവയർനെസ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ്, ജസ്റ്റ് ബ്രീത്ത് എടുക്കുക. നമ്മൾ ഓൾറെഡി ഇതിനുള്ള ടെക്നിക്സ് പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം നമ്മളെ അവെയർ ആകുക. പിന്നെന്താണ്, അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇമോഷണൽ റെസിലിയൻസ് നമുക്ക് അവയർനെസ് ആകാൻ നമുക്ക് നമ്മൾ ഏതൊരു മോഡിലാണെന്ന് മനസ്സിലാക്കുക. ഇമോഷണൽ റെസിലിയൻസ് ഇല്ലാത്തവർക്ക് പറ്റുന്ന എന്താണ്, അവരെ സ്ട്രെസ് കൂടുതലായിട്ട് ബാധിക്കുമ്പോൾ നമ്മുടെ സ്ലീപ്പിനെ, ഫോക്കസിനെ, എല്ലാത്തിനെയും ബാധിക്കാനുള്ള, നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാനുള്ള ടൂൾസ് ആണ് ബോക്സ് ബ്രീത്തിങ്. ബോക്സ് ബ്രീത്തിങ് എന്താണെന്ന് അറിയാലോ? നമ്മൾ ഇതെല്ലാം പറഞ്ഞെങ്ങനെയാ. ബോക്സ് ബ്രീത്തിങ് എന്താണ്? ബോക്സ് ഓർക്കുക, 4 സൈഡ്. ബോക്സിന് 4 സൈഡ് അല്ലേ? ഏറ്റവും ഈസി ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യാ, 4 സെക്കൻഡ് ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് പുറത്തേക്ക് വിടുക, ഹോൾഡ് ചെയ്യുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളും, അതായത് ഇൻഹെയില്, ഹോൾഡ്, എക്സെയില്, ഹോൾഡ്. ക്ലിയർ? ബോക്സ് ബ്രീത്തിങ് ക്ലിയർ ആയാലോ? ഒന്ന് ചെയ്തേ, ഒന്ന് ബോക്സ് ബ്രീത്തിങ്, എല്ലാവരും ഒന്ന് ബോക്സ് ബ്രീത്തിങ് ചെയ്തേ. ഇൻഹെയിൽ ചെയ്യുക, then hold, exhale, hold, inhale, hold, exhale, hold, inhale, hold, exhale, hold. ക്ലിയർ ആയില്ലേ? അതായത് എല്ലാം ആ കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിള് നമ്മൾ ഇൻഹെയിൽ ചെയ്ത ആ ഒരു ഇത്, അത് നമ്മുടെ ഉള്ളിൽ കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് വിടുക. പുറത്തേക്ക് വിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളെന്താ, ഫുൾ എല്ലാം പുറത്തു പോയി ഇല്ലാതായി. അപ്പൊ എന്താ, എക്സ്ഹെയിൽ ചെയ്തത് ആ നമ്മുടെ ലങ്സിൽ ഓക്സിജൻ ഒന്നും ഇല്ലാതെ കുറച്ചു നേരം വീണ്ടും എടുക്കുക. അതുപോലെ ഫിസിയോളജിക്കൽ സൈഡ് ബട്ടർഫ്ലൈ ഹഗ്. അതായത് എന്താണ്, നമ്മള് ടൈറ്റ് ആയിട്ടൊന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ബട്ടർഫ്ലൈ ഹഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് മറ്റുള്ളവരെ അല്ലെ, നമ്മൾ വിഷമം വരുമ്പോ ഒന്ന് അവരെ താങ്ങായി നമ്മളൊന്ന് ചേർത്ത് നിർത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷൻസിനെ, അതായത് മറ്റുള്ളവരെ മാത്രല്ല, നമുക്ക് നമ്മളെ തന്നെ, നമ്മളെ ഒന്ന് ജസ്റ്റ് 2 കൈ വെച്ച് നമുക്ക് വല്ലാണ്ട് ഇത് വരുമ്പോ നമുക്ക് തന്നെ വേണമെങ്കിൽ എന്താണ്, ജസ്റ്റ് ഒരു ഹഗ് നൽകാൻ നമുക്ക് സാധിക്കും. അതുപോലെ എന്താ, 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് ടെക്നിക്സ്. ഞാനിത് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഓൾറെഡി നമ്മൾ ഇത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഓർമ്മയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞു തന്ന സംഭവമാണ്. എന്താണ് 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് ടെക്നിക്സ്? ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ ഇതുപോലെ 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഈസി അല്ലേ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് കറക്റ്റ് ഞാൻ വിശാലമായി പറഞ്ഞു തന്നതാണ്. എത്ര സെൻസ് ഓർഗൻസാ ഉള്ളത്? ഓർത്തിരിക്കാൻ എളുപ്പം അങ്ങനെ. എത്ര സെൻസ് ഓർഗൻസാ ഉള്ളത്? 5 സെൻസ് ഓർഗൻസ്. ഈ 5, 4, 3, 2, 1
ഓർത്തിരിക്കാൻ എളുപ്പം നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. ഈ 5 സെൻസ് ഓർഗൻസിനെ വെച്ചിട്ടാണ് ഒരു കാര്യം 1 എന്ന് ഓർക്കുക, ടേസ്റ്റ് ചെയ്യണം, 1 ടേസ്റ്റ് ചെയ്യുക, 2 ഹിയർ, ഇല്ലേ? ഓർക്കുന്നില്ലേ? 5 4 3 2 1. സുലേഖ മാം ചിരിക്കരുത്, സുലേഖ മാം ആണ് എനിക്ക് അറിയില്ല പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് ക്ലാസ് എടുത്ത് തന്നത്. നമ്മള് 5 കാര്യങ്ങള് ജസ്റ്റ് കാണുക, ഇല്ലേ? ഓർമ്മയില്ലേ? ഇപ്പൊ ഓർത്തില്ലേ? അന്ന് ഞാൻ ഇതുപോലെ എനിക്കത് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്താണ്. ഞാൻ ചോദിച്ചു 5 4 3 2 1 ഗ്രൗണ്ട് ടെക്നിക്സ് നിങ്ങൾക്ക് അറിയില്ലേന്ന് ചോദിച്ചപ്പോ സുലേഖ മാം ആണ് പറഞ്ഞത്, അയ്യോ ഞാൻ കേട്ടിട്ടില്ലല്ലോ മാം എന്ന് പറഞ്ഞു. ഞാനപ്പോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇപ്പൊ ഓർമ്മ വന്നില്ലേ? 5 4 3 2 1 ഗ്രൗണ്ട് ടെക്നിക്സ്. ഇനി ആർക്കാണ് ഓർമ്മയില്ലാത്തത്? കുഞ്ഞു മാം ഓർമ്മയില്ലേ? എല്ലാം ഓർമ്മ വന്നു. താങ്ക് യു. എന്തായാലും പഠിപ്പിച്ചത് മറന്നുപോയെന്ന് പറഞ്ഞില്ലല്ലോ. വളരെ. അതുപോലെ സ്ട്രെച്ചിങ് ആൻഡ് മൂവ്മെന്റ്സ്. നമുക്ക് എന്താണ് സ്ട്രെച്ചിങ് ആൻഡ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സബാസ് മാമിന്റെ ഒരു ആണെങ്കിലേ കൃഷിയാണെങ്കിലേ ഓർമ്മ വരും. ആണല്ലേ? പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഞാൻ ഓർത്ത് വെക്കും കറക്റ്റ് ആയിട്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ സുലേഖ മാമിനെ പിടിച്ചത്. അന്ന് ഞാൻ ഈ 5 4 3 2 1 ഗ്രൗണ്ട് ഇൻഡെക്സിങ് അത്രയും വിശാലമായിട്ട് പഠിപ്പിക്കാൻ കാരണക്കാരി സുലേഖ മാമാണ്. സുലേഖ മാമാണ് പറഞ്ഞ് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു അല്ലേ? അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് സുലേഖ മാമിന്റെ പേര് തന്നെ. അത് ഓർത്ത് വെക്കാൻ ഇത്ര ഓർത്താ മതി. നമ്മുടെ ഇല്ല, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞുള്ളൂ. ഇത്ര ഓർത്താൽ മതി. നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ആണല്ലോ. ഈ 5 സെൻസ് ഓർഗൻസിനെയും നമ്മൾ ആക്റ്റീവ് ആക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ ഏതാണ് 5 സെൻസ് ഓർഗൻസ്. അത് നമ്മൾ മറക്കില്ല ഒരിക്കലും. അപ്പൊ 5 സെൻസ് ഓർഗൻസ് ഓർത്തിട്ട് ആ 5 സെൻസ് ഓർഗൻസിൽ ഫസ്റ്റ് വിഷൻ വരുന്നത്, വിഷൻ 5 ഇത് ആ ഒരു രീതിയിൽ നമ്മൾ ഓർത്താൽ മതി. ഏതായാലും ഇപ്പൊ നമ്മൾ ഓർക്കുമ്പോ ഞാനിത് ഇങ്ങനെ ഫസ്റ്റിലെ പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പഠിച്ച രീതിയിൽ തന്നെ പറയുന്നതാണ് എളുപ്പം. നമ്മൾ ചില കാര്യങ്ങള് കാരണം ഈ 5 4 3 2 1 ടെക്നിക്സ് പറയുമ്പോ ആദ്യത്തിൽ എനിക്ക് ഡൗട്ടായിരുന്നു, 4 എണ്ണം കേൾക്കാനാണോ 3 എണ്ണം കാണാനാണോ 2 എണ്ണം. അപ്പൊ ഞാൻ പഠിച്ചു വെച്ചത് ഫസ്റ്റ് 1 നമുക്ക് ടേസ്റ്റ് ഒരുപാട് ടേസ്റ്റ് അറ്റ് എ ടൈമില് ഇതാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ 1ന്റെ അടുത്ത് ടേസ്റ്റ് ഓർത്തിരിക്കാനുള്ള എളുപ്പവഴി. ഞാൻ അങ്ങനെ ആ എളുപ്പവഴിയിലാണ് പഠിച്ചത്. കാരണം 5 സെൻസ് ഓർഗൻസ് ആണെങ്കിലും നമുക്കൊരു ഡൗട്ട് ഫീൽ ചെയ്യുമല്ലോ, എത്ര എണ്ണം കാണണം, 5 എണ്ണം കാണാനാണോ പറയേണ്ടത്, 4 എണ്ണം കേൾക്കാനാണോ, അങ്ങനെ ഒരു ഡൗട്ട് വരുമ്പോ ഞാൻ ഇവിടെ 1ൽ നിന്ന് തൊട്ടാണ് ഓർത്ത് വെക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് ടേസ്റ്റ് ഇതാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ തണുത്ത കാറ്റ്, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെ ആ ഒരു ഓർഡറിൽ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഓർത്തിട്ട് നമുക്ക് പറയാവുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് ഓർത്തെടുക്കാവുന്നതുള്ളൂ. അപ്പൊ ഞാൻ പഠിച്ച ടെക്നിക്സ് തന്നെ പറഞ്ഞു തന്നതാണ്. അപ്പൊ ഇനി മറക്കില്ലല്ലോ ഒരിക്കലും. സുലേഖ മാം ഇനി 5 4 3 2 1 ഒരിക്കലും മറക്കില്ലല്ലോ? ഇല്ല, മറക്കില്ല. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ആദ്യം ഒരു കൺഫ്യൂഷൻ വരുന്ന സംഭവമാണത്. അപ്പോ എന്താണ് കോർ പില്ലേഴ്സ് ഓഫ് സ്റ്റെബിലിറ്റി? നമ്മൾ സ്റ്റേബിൾ ആവാൻ വേണ്ട മെയിൻ ആയിട്ടുള്ളത് എന്താണ്? നമുക്ക് ഇമോഷൻസ് വരുമ്പോൾ സെൽഫ് അവയർനെസ് ഉണ്ടാകുക എന്നതാണ് ഏറ്റവും അത്യാവശ്യം. കാരണം ഞാനിപ്പോ സങ്കടത്തിലാണ് അല്ലെങ്കിൽ ഞാൻ സന്തോഷത്തിലാണ് എന്നുള്ള ഒരു അവയർനെസ്, അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. കാരണം നമുക്ക് അവയർനെസ് ഇല്ലെങ്കിൽ എന്താ, നമുക്ക് അതിൽ നിന്ന്, അതായത് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, നമ്മൾ വിഷമത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിക്കഴിയുമ്പോഴാണ് ആ വിഷമത്തിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്ത് പോരാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരു അവയർനെസ് അവിടെ വന്നില്ല. നമുക്ക് പലപ്പോഴും ഡിസോർഡേഴ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവയർനെസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളെ കുറിച്ചുള്ള സെൽഫ് അവയർനെസ് നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പറയില്ലേ, നമ്മൾ പല സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിലേക്ക് പോകുന്നത്. നമ്മളിപ്പോ സംസാരിക്കുന്നത് അതായത് നോർമൽ പേഴ്സൺസിനെ കുറിച്ചാണ്, അതായത് ഒരു അസുഖത്തിൽ നിൽക്കുന്ന, അതായത് മെന്റൽ ഇഷ്യൂവിൽ നിൽക്കുന്ന, മെന്റൽ ഡിസോർഡറിൽ നിൽക്കുന്നവരെ കുറിച്ചല്ല, നോർമലി പോകുന്നവരെ കുറിച്ചാണ്. പലപ്പോഴും അവർക്ക് എന്താണ് മെന്റൽ ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ അവർക്ക് അവരെ കുറിച്ചുള്ള ഒരു സെൽഫ് അവയർനെസ് അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് എന്താണ് ഒരു ഇമോഷണൽ റെഗുലേഷന് ഫസ്റ്റ് വേണ്ടത് സെൽഫ് അവയർനെസ് ആണ്. അതുപോലെ ഇമോഷണൽ റെഗുലേഷൻ എങ്ങനെയാണ്? അതായത് ഇപ്പോ എനിക്ക് സങ്കടമുണ്ട്, ആ സങ്കടം നമ്മൾ എന്ത് ചെയ്യുക, ഹീല് ചെയ്യുക, അല്ലാതെ അതിന് സപ്രസ് ചെയ്യല്ല വേണ്ടത്. ഇപ്പൊ എനിക്കൊന്ന് പൊട്ടിക്കരയണം, അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളൊരു സാധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഉറക്കെ കരയുക. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ കരയുന്നതൊക്കെ കാണിച്ച ആളുകൾ കണ്ടാ നാണക്കേടല്ലേ, ഇത്ര സില്ലിയാന്ന് വിചാരിക്കില്ലേ? ഇല്ല. അപ്പൊ നമുക്കൊരു സിമ്പിൾ സാധനം പലപ്പോഴും നമ്മൾ ചില ചെറിയ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു ചെടി പോയപ്പോ എനിക്ക് സങ്കടം തോന്നി, ഞാൻ ആ ഇമോഷൻ പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. അത് കഴിയുമ്പോ എന്താണ്, അത് പ്രകടിപ്പിച്ച് കഴിയുമ്പോ അവിടെ തീരും. പക്ഷെ അത് നമ്മൾ ഉള്ളിൽ ഒതുക്കുമ്പോ, അതായത് കുഞ്ഞു കുട്ടികൾക്ക് ഇപ്പൊ ഒരു പെൻസിൽ ഒടിയുമ്പോ അവര് ആ സങ്കടം അവര് പ്രകടിപ്പിക്കട്ടെ, അവർക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ അവർ കരയട്ടെ. ആ ഇമോഷൻ കരഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ അവിടെ പ്രശ്നമില്ല. പകരം എന്താണ്, നമ്മളത് ഒതുക്കി വെക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ സപ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളില് കിടന്ന് അതൊരു പ്രശ്നമാണ്. അതായത് ഞാനൊരു ബാഗ് ഇട്ടു, ഒരു 3 kg ബാഗ്. കുറച്ചു നേരം ബാഗ് ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അത് കണ്ടിന്യൂസ് 1 hour ഒരു 3 kg ബാഗ് ബാക്കി കിടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ, ചെറിയതായിട്ട് ഷോൾഡർ പെയിൻ ഒക്കെ തുടങ്ങും അല്ലേ? അത് ഒരു 1 hour എന്നുള്ളത് 2 hour ആകുമ്പോഴത്തേക്കും എന്താവും, പിന്നെ ആ പെയിൻ കൂടി വരികയാണ്. അതൊരു 1 day ആകുമ്പോഴാണെങ്കിലോ, പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഈ ബാഗ് നമ്മൾ തൂക്കിയിടും പോലെയാണ്. ഈ വിഷമം നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് 1 day 2 day 3 day ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പകരം ആ ബാഗ് ഒരു താഴെ വെച്ചാ പ്രശ്നം തീർന്നു. ബാഗുണ്ട്, ബാഗിന് 3 kg വെയിറ്റ് ഉണ്ട്, ആ ബാഗ് താഴെ ഇരുന്നോട്ടെ. നമ്മുടെ നെഞ്ചില്, അതായത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സംഭവം സംഭവിച്ചു, ഒരു ഇഷ്യൂ സംഭവിച്ചു, ആ അവയർനെസ് അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ എന്താണ്, എന്റെ പേന കുഞ്ഞു ആവുകയാണെങ്കിൽ എന്റെ പെൻസിൽ ഒടിഞ്ഞു, അതിന് ഞാൻ കരഞ്ഞു, ആ കരച്ചിലോട് കൂടി എന്ത് ചെയ്തു, ആ കുട്ടിയുടെ സങ്കടം തീർന്നു. അവിടെ അതങ്ങ് പ്രകടിപ്പിക്കുക, തീർക്കുക. അല്ലാതെ എന്താണ്, ഇപ്പോ നമ്മളൊരു മരണ വീട്ടിൽ ചെല്ലുമ്പോ ശരിക്കും ചെയ്യേണ്ടത്, അവർക്ക് സങ്കടം വരുവാണെങ്കിൽ അവർ കരയട്ടെ. അവരുടെ ആ സങ്കടം കരഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഫിനിഷായി. പകരം അത് ആ ഒരു വിഷമം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കുറേ കാലങ്ങളോളം ഉള്ളിൽ വെക്കുമ്പോ അത് നമ്മളെ തന്നെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. കരയേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യാ, കരച്ചില് നമ്മുടെ ഇമോഷൻസ് വെന്റിലേറ്റ് ചെയ്ത് കളയുക, ഉള്ളിൽ സപ്രസ് ചെയ്യാതെ നമ്മൾ വെന്റിലേറ്റ് ചെയ്ത് കളയുക. ഇനി ഈ വെന്റിലേഷൻ പറഞ്ഞു, നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നി, നമ്മൾക്ക് ആ ദേഷ്യവും നമ്മൾ ഒരിക്കലും ഉള്ളിൽ ഒതുക്കരുത്. ഇപ്പൊ നമുക്കൊരു പ്രശ്നം, ഒരു സംഭവം വന്നു, ദേഷ്യം വന്ന ആ ദേഷ്യം നമുക്ക് എന്താണ്, ആ അവയർനെസ് വേണം. അവിടെ ചിലപ്പോ നമുക്ക് ആ ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യമോ കാര്യമോ ഇല്ലെങ്കിൽ, നമ്മൾ പല ടെക്നിക്സും പഠിച്ചിട്ടുണ്ട്. വീട്ടിൽ വരിക, റൂം അടയ്ക്കുക, ആ സംഭവം നമ്മുടെ പില്ലോ അതാണ് കൊടുക്കുക, നമ്മുടെ ദേഷ്യം മൊത്തം പറഞ്ഞു തീർക്കുക. പിന്നെ ഇനി അതും പറ്റിയില്ലെങ്കിൽ ബാത്റൂമിൽ കയറുക, ഷവർ ഓണാക്കി ഇടുക. ഓക്കെ, കരയണമെങ്കിൽ കരയാം, ചീത്ത വിളിക്കുക, എന്തും ചെയ്യാം ഇല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൈവസി ഉള്ള സ്ഥലമാണ്. നമുക്ക് പാട്ട് പാടാം, ചീത്ത വിളിക്കാം, എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാം. ആരും പൈപ്പ് തുറന്നിട്ട സൗണ്ടും പുറത്തേക്ക് കേൾക്കില്ല. നമ്മൾ വെന്റിലേറ്റ് ചെയ്ത് കളയുക. അല്ലാതെ എന്ത് ചെയ്യാ, അത് ഉള്ളിൽ ഇങ്ങനെ, പകരം നമ്മൾ ആ ഒരു ചിലപ്പോ സമയത്ത് നമ്മുടെ ഫ്രണ്ടിനോടാണ് നമുക്ക് മനസ്സിൽ ദേഷ്യം തോന്നിയത്, അവിടെ നമ്മൾ പ്രകടിപ്പിക്കാതെ അത് നമ്മൾ അവിടെ പ്രകടിപ്പിച്ച് അവിടെ ഒരു പ്രശ്നം അത് വീണ്ടും വഷളാക്കി നമുക്ക് സംഭവിക്കുന്ന എന്താ, ആ ദേഷ്യത്തിന്റെ കൂടെ അവിടെ നമ്മൾ ഒരു
അവിടെ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോ ആ ദേഷ്യം പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ തിരിച്ച് ആ ദേഷ്യം എന്നുള്ള ഇതിന്റെ കൂടെ വീണ്ടും ഒരു പ്രശ്നം, ആ ദേഷ്യം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് ദേഷ്യം പ്രകടിപ്പിച്ചതിന്റെ പ്രശ്നവും അത് മോശമായി കഴിയുമ്പോൾ പിന്നെ സങ്കടമാകും, ഒരുപാട് ഇമോഷൻസിലേക്ക് അത് പോകും അല്ലെ? ആ ഒരു കുഞ്ഞു ഇഷ്യൂ പല പല രീതിയിലേക്ക് ചേഞ്ച് ആയി പോകും. വേണ്ട, ആ ദേഷ്യം ഇപ്പൊ മനസ്സിൽ ഒതുക്കുക നമ്മൾ. പക്ഷെ അത് ഉള്ളിൽ കൊണ്ടു നടക്കരുത്. നമ്മൾ വെന്റിലേറ്റ് ചെയ്യേണ്ട രീതിയിൽ വെന്റിലേറ്റ് ചെയ്ത് കളയുക. അതുപോലെ നമ്മൾ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഇമോഷണൽ റെഗുലേഷന് വേണ്ട ഏറ്റവും അത്യാവശ്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയ ആവട്ടെ ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ എവിടെയാണെങ്കിൽ ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ സെൽഫ് കമ്പാഷൻ, നമുക്ക് നമ്മളോട് എപ്പോഴും കമ്പാഷൻ വേണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കുന്ന ആ ഒരു പരിഗണന, ആ ഒരു സ്നേഹം, ആ ഒരു ഇത് പലപ്പോഴും അത് നമ്മൾ എന്ത് പറയുന്ന സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞ് ചിലപ്പോ ആളുകൾ തള്ളാറുണ്ട്. സെൽഫിഷ്നെസ് അല്ല. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ഈ ലോകത്ത് നല്ല രീതിയിൽ നിന്നാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും നമ്മുടെ ഫാമിലി ആവട്ടെ എന്താവട്ടെ അവിടെ ആദ്യം വേണ്ടത് ഞാൻ എന്ന വ്യക്തി അവിടെ ഉണ്ടെങ്കിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുക. ഫസ്റ്റ് പ്രിഫറൻസ് എനിക്കായിരിക്കണം. അല്ലാതെ ഒരിക്കലും നമ്മള് അത് സെൽഫിഷ്നെസ് അല്ല അല്ലെ? ഞാൻ ഹാപ്പി ആയിട്ട്, ഇപ്പൊ ഞാൻ ഹാപ്പി ആണെങ്കിൽ എനിക്ക് എന്റെ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഹാപ്പിനെസ് കൊടുക്കാൻ സാധിക്കും. പകരം ഞാൻ ഹാപ്പി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ? നമ്മൾ എന്താണോ അതാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ദേഷ്യത്തിലാണെങ്കിൽ ഇപ്പൊ ഒരുപാട് റീൽസ് ഉണ്ടാവാറുണ്ട്. ആ ഒരു ദേഷ്യത്തിന്റെ ആ ഒരു ഫീല് തൊട്ടടുത്തുള്ള എല്ലാവരിലേക്കും സ്പ്രെഡ് ആവുന്നുണ്ടാവും. നിങ്ങൾ ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴായിരിക്കും വേറെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിക്കുന്നത്, അവരോട് തിരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുന്നത് എന്തായിരിക്കും? ആ ദേഷ്യത്തോടുകൂടി പെരുമാറും. അപ്പൊ ആൾക്കും എന്താവും? ആളുടെ മൂഡ് ഉണ്ടാവണോ? ആ ആളോട് അടുത്ത ആൾ എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ അവിടെയും അത് സ്പ്രെഡായി പോവാണ് അല്ലേ? രാവിലെ എണീക്കപ്പോ ഞാൻ ദേഷ്യത്തിലായിരുന്നു, വൈഫ് ചായ കൊണ്ട് വെക്കാൻ വേണ്ടി വരുന്നു, അവിടെ വെച്ചിട്ട് പോകുന്നു പറയും. അപ്പൊ അപ്പോഴായിരിക്കും മോൻ വന്ന അമ്മേ ചായ ഇല്ലേ, അവിടെ ഇരിക്കണ്ടേ, വെടി കൊടുത്ത് കുടിക്കുക. അപ്പൊ എന്താ, ഹസ്ബൻഡിന്റെ അടുത്ത് വൈഫിന്റെ അടുത്തേക്കിട്ട് വൈഫിന്റെ അടുത്ത് മോനായി. അത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ അനിയത്തി കൊച്ച് ഈ ചേട്ടന്റെ അടുത്ത് വന്ന് ചേട്ടാ എന്തെങ്കിലും ചെയ്ത് എനിക്കിപ്പോ സമയമില്ല എന്ന് പറഞ്ഞ്. ഇതാണ് നമ്മുടെ കയ്യിൽ എന്താണോ അതാണ് നമുക്ക് അടുത്ത ആളുകളിലേക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഹാപ്പിനെസ് ആണെങ്കിൽ, സന്തോഷമാണെങ്കിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നതും സന്തോഷമായിരിക്കും. അപ്പൊ ആദ്യം നമ്മളാണ് സെറ്റ് ആവേണ്ടത്. അത് ശരിക്കും സെൽഫിഷ്നെസ് അല്ല. നമ്മളെ കരുതി നമ്മളെ ഹാപ്പിയാക്കി നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് ഈവൻ നമ്മുടെ ഫാമിലീസ് ആവട്ടെ, നമുക്ക് പുറത്തുള്ള എവിടെ ആവട്ടെ, ഏതൊരു കാര്യത്തിലും നമുക്ക് സമൂഹത്തിന് വേണ്ടി ഒരു നന്മ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് സെറ്റ് ആവാൻ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുമ്പോഴാണ് സാധിക്കും. അതുപോലെ സപ്പോർട്ട് സിസ്റ്റം. ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വന്നു, നമ്മൾ ഇമോഷണലി, നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ട്, ഞാൻ ഇമോഷണലി സ്റ്റേബിൾ അല്ല. ആ ഒരു ഇമോഷണലി സ്റ്റേബിൾ അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ആളുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞ് അതിന് വേണ്ട അവിടെ നമ്മൾ സങ്കടപ്പെടുക. ഇപ്പൊ പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളിലൊക്കെ എല്ലാവരും സപ്പോർട്ട് സിസ്റ്റം എടുക്കുന്നുണ്ട്. പണ്ട് ഒരു കൗൺസിലറെ കാണാൻ പോയാൽ അവന് ഭ്രാന്ത് അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈവൻ കുട്ടികൾ പോലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം എല്ലാവരും എന്ത് പ്രശ്നങ്ങൾ വന്നാലും സപ്പോർട്ട് സിസ്റ്റം എടുക്കുന്നുണ്ട്. ഈവൻ ഞാനാവട്ടെ, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്കൊരു ഇഷ്യൂ വരുമ്പോ ഞാൻ ചിലപ്പോ ആ ഇഷ്യൂയുടെ ഉള്ളിലായിരിക്കും. പറഞ്ഞില്ല, ഒരു പ്രോബ്ലം വരുമ്പോ പ്രോബ്ലത്തിന് ഉള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിന് ചിലപ്പോൾ സൊല്യൂഷൻ കിട്ടണമെന്നില്ല.
ആ സമയത്ത് എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എനിക്ക് നല്ല ഒരു സപ്പോർട്ട് തരാൻ പറ്റുന്ന ആരാണോ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ പ്രശ്നം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ തന്നെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഒരു പ്രശ്നം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ ബ്രെയിനിന് ഒരു ക്ലാരിറ്റി കിട്ടുകയാണ്. ആ തൊട്ടടുത്തുള്ള ആള് നമ്മളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മുടെ പ്രശ്നം നമ്മൾ വ്യക്തമായിട്ട് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ബ്രെയിനിന് ക്ലാരിറ്റി കിട്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ. പക്ഷെ നമ്മൾ പറയാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഓവർ തിങ്ക് ചെയ്യാനാണ്. നമ്മൾ ജേർണലിംഗ് ഇല്ലേ, ജേർണലിംഗ് പഠിച്ചല്ലോ. ജേർണലിംഗ് ശരിക്കും പറഞ്ഞ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം തന്നെയാണ്. അതുപോലെ ജേർണലിംഗ് ചെയ്തു എന്നിട്ടൊന്നും നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മള് മറ്റുള്ളവരെ എല്ലാവരും ചോദിക്കുന്നത് അതുപോലെ ഒരു ഏറ്റവും വലിയ ഒരു പണ്ട് ഞാനും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. ഈവൻ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വാക്കായിരുന്നു, എന്തെങ്കിലും വരുമ്പോ എനിക്കൊരു ചെറിയ സങ്കടം വരുമ്പോ എന്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, താൻ കൗൺസിലർ അല്ലേ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അല്ലേ? എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, താൻ സൈക്കോളജിസ്റ്റ് അല്ലേ? സൈക്കോളജിസ്റ്റ് ആവുമ്പോ ഇമോഷണലി സങ്കടപ്പെടാവോ? ഇല്ല, സൈക്കോളജിസ്റ്റ് ആവാം, ആരുമാകാം, എല്ലാവർക്കും എന്താ ഇമോഷൻസ് വരും. ആ ഇമോഷൻസ് നമ്മൾ അവെയർ ചെയ്ത് നമ്മൾ അതിനെ വെന്റിലേറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സൈക്കോളജിസ്റ്റ് ആയി ഞാൻ രാവിലെ പറഞ്ഞു എന്റെ ചെടി പറിച്ചു കളഞ്ഞപ്പോ എനിക്ക് സങ്കടം തോന്നി, ഞാൻ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് സങ്കടം തോന്നാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല, സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് സങ്കടം പാടില്ല എന്നല്ല. പക്ഷെ നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് മൊമെന്റ് നമ്മള് എന്ത് ചെയ്യണം, നെക്സ്റ്റ് മൊമെന്റ് ഞാൻ ചിന്തിച്ചു, ഇതിനെനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അവിടെ നിന്നെല്ലാം പറിച്ച് എല്ലായിടത്തും ഫുള്ള് നട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 3 വർഷം കൊണ്ട് അത് സെറ്റാക്കി എടുത്തത് ഇനി 6 മന്ത് അല്ലെങ്കിൽ മുമ്പ് ഞാൻ ഇത് സക്സസ് ആക്കും. അപ്പൊ ആ ഒരു എന്താണ് സ്റ്റെബിലിറ്റിയിലേക്ക് മാറുക. അല്ലാതെ ഒരാൾക്കും ഇമോഷൻസ് വരില്ല എന്നല്ല, വരുന്ന ഇമോഷൻസിനെ നല്ല രീതിയിൽ വെന്റിലേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോവാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, നമുക്ക് പ്രോബ്ലംസ് വരാം, ആ പ്രോബ്ലത്തിനെ നല്ല രീതിയിൽ നമ്മൾ സോൾവ് ചെയ്ത്, ഒരിക്കലും പ്രോബ്ലത്തിന്റെ ഉള്ളിൽ, ഞാൻ പറഞ്ഞില്ലേ ഈ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ഒക്കെ ആവശ്യം വരുന്നത് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പ്രോബ്ലത്തിന്റെ ഉള്ളിലായിരിക്കും. ആ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിന് ആൻസർ കണ്ടെത്താൻ സാധിക്കില്ല. പകരം എന്താണ്, നമ്മൾ പുറത്തിറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് മറ്റേ പസിൽ കളിക്കൂലേ, ഇങ്ങനെ വഴി കാണിച്ചു തരിക എന്ന് പറഞ്ഞ് അതിന്റെ ഉള്ളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴി കണ്ടുപിടിക്കാൻ പാടായിരിക്കും. പക്ഷെ പുറമേന്ന് നമ്മൾ ഫുള്ളായിട്ട് ഒരു വ്യൂവില് നോക്കുമ്പോ എന്തായിരിക്കും, അവിടെ ബ്ലോക്ക് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ഓവറോൾ നോക്കുക ചെയ്യുന്നത്. ചുമ്മാ നമ്മൾ ഉള്ളിലേക്ക് കയറി പോയി കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയി ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഫൈനൽ ആൻസറിൽ എത്തില്ല. പക്ഷെ നമ്മളെന്താ, പുറമേ നിന്നിട്ട് എവിടെയൊക്കെ ബ്ലോക്ക് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, അപ്പൊ ഈ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആകും. അപ്പൊ അതുപോലെ നമ്മള് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുക. അതായത് പ്രോബ്ലത്തിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് വേണം നമ്മൾ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം ആലോചിക്കുമ്പോൾ നമ്മൾ എന്താണ്, ഓൾറെഡി പ്രോബ്ലത്തിലായിരിക്കും നിൽക്കുന്നത്. പുറമേ നിന്നുള്ള ഒരു വ്യക്തിയാവുമ്പോ എന്താണ്, ആ വ്യക്തി ആ പ്രോബ്ലത്തിന്റെ ഉള്ളിലല്ല. അപ്പൊ ഈ രീതിയിലേക്ക് നമുക്ക് സൊല്യൂഷൻസ് നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഹെൽപ്പ് അവിടെ നിന്ന് കിട്ടും. അതുപോലെ എന്താണ്, ഹെൽത്തി ബൗണ്ടറീസ്, നമ്മുടെ ഇമോഷണൽ എനർജി, അതായത് നമ്മുടെ ഇമോഷൻസിനെ നീ കൊള്ളില്ല അല്ലെങ്കിൽ നിനക്ക് പ്രശ്നങ്ങളാണ്, നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന ആളുകള് നമുക്ക് തന്നെ അറിയാം അല്ലെ? മറ്റുള്ളവരുടെ ഈ ഗോസിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. നമുക്ക് എന്താണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ അല്ലെ? ഞാൻ ആദ്യമേ പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുമ്പോ ഹസ്ബൻഡ് ആദ്യമേ വൈഫിനെ ചൂടായി കഴിയുമ്പോ ആ ദേഷ്യം അതങ്ങനെ സ്പ്രെഡായി പോവുക എന്ന് പറയും പോലെ തൊട്ടടുത്തുള്ള ആളുടെ എനർജി എന്താണോ അത് അടുത്ത ആളിലേക്കും സ്പ്രെഡ് ആവുകയാണ് അല്ലെ? നമ്മൾ ഈ ഗോസിപ്പ് കാര്യങ്ങൾ പറയുന്ന ആളുകള് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് പറയുന്ന ആളുകളുടെ അടുത്ത് പോയി കഴിയുമ്പോൾ നമ്മൾ എന്താണ്, മറ്റുള്ളവരുടെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇമോഷൻസും നെഗറ്റീവിലേക്ക് മാറും.
അപ്പൊ നമ്മുടെ ഇമോഷണൽ എനർജി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതേപോലെ സേ നോ വെൻ ഓവർവെൽഡ്. നമുക്ക് എവിടെ നോ പറയണോ അവിടെ എല്ലാം. സോഷ്യൽ മീഡിയ ഇപ്പൊ നമുക്ക് ആർക്കും സാധിക്കാത്ത, നോ പറയാൻ സാധിക്കാത്ത ഏറ്റവും വലിയൊരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ. നമുക്ക് നോ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ സെറ്റ് ചെയ്തിടുക. ഓരോ ആപ്പും സെറ്റ് ചെയ്തിടുക. ഞാൻ മാക്സിമം ഇത്ര സമയം വരെ ഈ ആപ്പ് കാണുള്ളൂ. പിന്നെ ആ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ അത് വർക്കാവില്ല, അല്ലേ? ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് സെറ്റ് ചെയ്തിടാനുള്ള ആപ്പുകളുണ്ട്. നമ്മൾ റീൽസ് മാക്സിമം എന്താണ് 30 മിനിറ്റ് ഞാൻ കാണുള്ളൂ. ആപ്പിൽ നമ്മൾ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിമിറ്റ് ക്രോസ് ചെയ്തു, ഇനി ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വരും. അപ്പൊ നമുക്ക് നോ പറയേണ്ടടുത്ത് നമ്മൾ തന്നെ നോ പറയുക. അതുപോലെ ടോക്സിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കുക. നമ്മളുടെ മെന്റൽ പീസ് നമ്മൾ തന്നെ കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ ഇമോഷണൽ റെസിലിയൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇമോഷണൽ പ്രോസസ്സിംഗ് ഇങ്ങനെയാണ്. നമുക്ക് പറഞ്ഞില്ലേ, സെൽഫ് അവയർനെസ് എന്ന് വേണം എന്ന് പറഞ്ഞു. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിനൊരു പേര് കൊടുക്കുക. ആ ഫീൽ സേഫ്റ്റി, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ റിലീസ് ചെയ്യാണോ റിക്കവർ ചെയ്യാണോ വേണ്ടേ എന്ന് നോക്കുക. ആ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ വിസ്ഡം ഉൾക്കൊള്ളുക. ക്ലിയർ ആയ? അതായത് ഇമോഷണൽ പ്രോസസ്സിംഗ് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയാം. പിന്നെ ഏതായാലും ചെടിയുടെ കാര്യം പറഞ്ഞല്ലേ തുടങ്ങിയത്, ആ ചെടി തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്തത്, ആ ചെടി അത് പറിച്ചു കളയാനുള്ള ഒരു റീസൺ, പുറമേ നിന്നുള്ള റീസൺ തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ചെടി വളർത്തിയിരുന്നത് എന്റെ മതിലിന്റെ മുകളിലാണ്. അപ്പൊ ഇന്നലെയും കഴിഞ്ഞ ദിവസം ഞാൻ നേരെ ഫ്രണ്ടിലേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ തൊട്ട് നേരെ ഫ്രണ്ടിൽ ഒരു ഷേക്ക് പാർലറാണ്. ഷേക്ക് പാർലറിന്റെ മുകളിലുണ്ടായിരുന്ന മറ്റേ എന്താ ഈ പടുത പോലെ വെച്ചിട്ട് കെട്ടുന്ന സാധനമില്ലേ, എന്താ ഷെർവാ പേര് പറയുന്നത്? സാറേ എന്താ പേര് പറയുന്നത്? പേരെന്ന് പറഞ്ഞേ എന്തെന്നാ? ഷാമിയാന. അതാണ്. ഷാമിയാന. ഷാമിയാന. ആ സാധനമൊക്കെ പറന്നു പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്നലെ നല്ല മഴ പെയ്തപ്പോ ചിലപ്പോ ഈ ചെടിയെല്ലാം കൂടെ താഴേക്ക് പോയിട്ടുണ്ടാവണം. എന്റെ മതിലിന്റെ മേളിൽ നിന്ന് താഴേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം കൂടെ വന്ന് വെള്ളം ബ്ലോക്ക് ആയിട്ടുണ്ടാവാം. ചിലപ്പോ റോഡിന്റെ സൈഡിൽ കൂടെ പോയ വെള്ളം ബ്ലോക്ക് ആയിട്ടുണ്ടാവും. മേ ബി അത് കണ്ടപ്പോ വെള്ളം പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ആരെങ്കിലും ആരെങ്കിലും കട്ട് ചെയ്തതാകാം. അപ്പോ എനിക്ക് കിട്ടിയ മെസ്സേജ്, ഞാൻ അതിന് കിട്ടിയ വിസ്ഡം ജസ്റ്റ് ഇപ്പൊ എന്റെ ഒരു കാര്യം വെച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ഈ മതിലിലേക്ക് കടത്തുമ്പോ കാറ്റ് വന്നാലും പോകാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്യണം. എനിക്ക് കിട്ടിയ വിസ്ഡം. കാരണം ഈ സംഭവം കാരണം ഒറ്റ ഒരു കൊമ്പിൽ നിന്നായിരുന്നു ഇത് ഫുള്ള് പോയേക്കുന്നത്. അതുകൊണ്ട് ഈ സംഭവം പോവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി പോവാതിരിക്കാനുള്ള ഇതുപോലെ മീൻസ്, അത് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. നമ്മുടെ ഫസ്റ്റ് നമ്മൾ എന്താ ഒബ്സർവ് ദ ഇമോഷൻ. എനിക്ക് സങ്കടം തോന്നി, അതിന് ഞാൻ പേരിട്ടു സങ്കടം. ഇനി അപ്പൊ ഞാൻ ഒരു സംഭവം ചെയ്തു, അത് സേഫ് ആയിട്ട്. ഇനി നെക്സ്റ്റ് അതിന് ഞാൻ ആ വിഷമത്തെ റിലീസ് ചെയ്തു. അതിന് ആ ഒരു പെയിനിൽ നിന്ന് ഞാനൊരു വിസ്ഡം. നെക്സ്റ്റ് ടൈം ഇനി ഞാൻ എനിക്ക് മനസ്സിലായി, ഒറ്റ കൊമ്പിന്ന് കയറ്റി വിട്ട് ഈ സംഭവം ആ കാറ്റത്ത് പറന്നു പോയത് കൊണ്ടാകാം മേ ബി ആരെങ്കിലും അങ്ങനെ ചെയ്തത്, അറിയില്ല എന്താന്ന്. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് രാവിലെ ഞാൻ എടുത്ത ഒരു തീരുമാനം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം ഒരു കാറ്റ് വന്നാൽ ഈ സംഭവം പോവാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ അതിന് കൊടുക്കണം എന്നുള്ള ഒരു വിസ്ഡം. ഇതുപോലെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. പെട്ടെന്ന് രാവിലത്തെ ഒരു കാര്യം ആയതുകൊണ്ട്, ഇന്ന് രാവിലെ നടന്നതായതുകൊണ്ട് ഞാൻ അത് വെച്ച് പറഞ്ഞു എന്നുള്ളൂ. ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ സങ്കടം വരാം. ആ സങ്കടം നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊരു വിസ്ഡം. ഇതിൽ നിന്നും, ഈ ഒരു സ്ട്രഗിളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. എന്താണോ നമുക്ക് അതിന് ആ പെയിൻ പ്രോസസ്സ് ചെയ്ത് അത് മാറ്റിയിട്ട് അതിൽ നിന്നും കിട്ടേണ്ട വിസ്ഡം നമ്മൾ എടുക്കുക.
ഇങ്ങനെയാണ്. അതായത് ആ സമയത്ത് ഇമോഷൻസ് എന്തും നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് വരാം. ആ വരുന്ന ഇമോഷൻസിനെ അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകല്ല വേണ്ടത്. ആ നെക്സ്റ്റ് മൊമെന്റ് അത് നമ്മൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് അതിനെ റിലീസ് ചെയ്ത് എന്താണ് അതിൽ നിന്ന് കിട്ടിയ വിസ്ഡം നമ്മൾ എടുക്കുക. ക്ലിയർ? ഏതൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഏതൊരു സ്ട്രഗിൾ വരുമ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇനി നമുക്ക് ഇമോഷണൽ റെഗുലേഷൻസിന് വേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾക്ക് പലപ്പോഴും ഈ ഇമോഷണൽ റെസിലിയൻസ് ഇല്ലാണ്ടായി പോകുന്നത് അല്ലെ, നമ്മുടെ ഉറക്കമൊന്നും ശരിയല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം, കരച്ചില്, സങ്കടം കാര്യങ്ങളൊക്കെ വരും. സ്വാഭാവികമല്ലേ? അല്ലേ സുലേഖ മാം? ആ, അതായത് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മുടെ നല്ല കറക്റ്റ് ആയിട്ടുള്ള സ്ലീപ്പ്, അതുപോലെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ്, ഹൈഡ്രേഷൻ ആൻഡ് ന്യൂട്രീഷൻ, നമ്മുടെ എന്താണ് പെട്ടെന്ന് ഇമോഷൻസിനെ ഇതാക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ വെള്ളം കുടി, അല്ലെങ്കിൽ നമ്മുടെ ഫുഡിന്റെ ഇത്. അതുപോലെ ഏറ്റവും കൂടുതൽ ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടില്ല, നമ്മുടെ വിറ്റാമിൻ ഡി. അതുകൊണ്ടാണ് മൂവ്മെന്റ് ആൻഡ് സൺലൈറ്റ്. നമ്മുടെ വിറ്റാമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശിറ്റിക്കും നമ്മുടെ ഇമോഷൻസിനെ. എല്ലാവർക്കും ഇപ്പൊ നമ്മൾ മിക്കവരും പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നല്ല രീതിയിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈവൻ എനിക്ക് ഉൾപ്പെടെ, എനിക്കും വിറ്റാമിൻ ഡി കുറവാണ്. ഞാൻ കറക്റ്റ് ആയിട്ട് അതുകൊണ്ട് വിറ്റാമിൻ ഡി കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നമുക്ക് കഴിക്കാവുന്ന ഒരു സംഭവമാണ് പണ്ട് മീൻ ഗുളിക എന്ന് പറയില്ലേ, ഒമേഗ 3 ഫാറ്റി ആസിഡ്. അപ്പൊ അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. കാരണം നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. കാരണം പലർക്കും വിറ്റാമിൻ ഡി കുറവാണ്. വിറ്റാമിൻ ഡി കുറയുമ്പോൾ ക്ഷീണം, അതുപോലെ നമ്മുടെ ഇമോഷൻസിനെ നല്ല രീതിയിൽ, നമ്മുടെ ഹോർമോണിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് നമ്മുടെ ഇമോഷൻസിനെ. കാരണം അത് പലരും അറിയുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ പെട്ടെന്ന് സങ്കടപ്പെടുന്നു, കരയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വിറ്റാമിൻ ഡി ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വാല്യൂ കുറവാണെങ്കിൽ പ്രോപ്പറായിട്ട് അത് നോക്കുക. കാരണം വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു ഇഷ്യൂസ് ഇല്ലെങ്കിലും ചിലപ്പോൾ സങ്കടങ്ങള്, പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ ക്ഷീണം കാര്യങ്ങളൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കറന്റ് നോക്കുമ്പോ ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് വിറ്റാമിൻ ഡി കുറവാണ് എന്ന് കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ മിക്കവർക്കും വിറ്റാമിൻ ഡി കുറവാണ്. അപ്പോ സ്റ്റാഫ് റൂമിൽ മാത്രമല്ല, ഞാൻ പുറത്തും ഒത്തിരി പേര് ഇതുപോലെ കൗൺസിലിങ്ങിന് വരുന്നവരുടെ നമ്മൾ വിറ്റാമിൻ ഡി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. അങ്ങനെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അപ്പോ ഇതുപോലെ ഉറക്കം, ഫുഡ്, വെള്ളം, അതുപോലെ നമ്മുടെ ന്യൂട്രീഷൻസ് കാര്യങ്ങളെല്ലാം ഇതാക്കുക. അതുപോലെ നമ്മൾ ഇത്രയും നാളും പഠിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ജേർണലിങ്, ഒത്തിരി എന്താണ് ഇമോഷണലി നമ്മൾ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ഹെൽപ്പ് തേടുക. അതുപോലെ നമ്മുടെ ഡിജിറ്റൽ ഓവർലോഡ് നമ്മൾ മാക്സിമം കുറയ്ക്കുക, അല്ലേ? ഇപ്പൊ നമ്മുടെ ഫോണിലേക്ക് ഒരു ഇന്ന മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫോൺ ഹാങ് ആവും. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിലേക്ക് ഇപ്പൊ റീൽസ് എന്ന് പറഞ്ഞ അതല്ലേ, സെക്കൻഡുകൾക്കുള്ളിൽ മെസ്സേജുകൾ മാറി മാറി വരികയാണ്. നമ്മുടെ ബ്രെയിന് ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ എന്താണ്, ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോഴത്തെ കുട്ടികളാവട്ടെ എല്ലാവരും പെട്ടെന്ന് റെസ്റ്റ്ലെസ് ആവും, അല്ലെ? കുട്ടികൾക്കൊന്നും ഇപ്പൊ ഒട്ടും അറ്റൻഷൻ സ്പാൻ ഇല്ല. എന്തുകൊണ്ടാ? അവർ കാണുന്ന റീൽസ് ഒക്കെ വളരെ ടൈം കുറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ ഡിജിറ്റൽ ഓവർലോഡ് നമ്മൾ മാക്സിമം കുറയ്ക്കുക. ആ ഒരു കാര്യം നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിക്കേ. വാട്ട് ഡ്രെയിൻസ് യുവർ ഇമോഷണൽ എനർജി? നിങ്ങളുടെ ഇമോഷൻസിനെ ഏറ്റവും കൂടുതൽ കുറയ്ക്കുന്നത് എന്താണ്? എന്തായിരിക്കും? ഫോണാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കമാണോ? ഒന്ന് എഴുതി നോക്കുക. ഒന്ന് ഒരു നിമിഷം ആലോചിക്കുക, എന്നിട്ട് എഴുതുക.
ഇനി അതിൽ നിന്ന് എങ്ങനെ വാട്ട് ഹെൽപ്പ് യു റിക്കവർ ഇമോഷണലി, നമുക്ക് എങ്ങനെ റിക്കവർ ആയിട്ട് വരാൻ പറ്റും. നമ്മൾ ഓർമ്മ എഴുതി എന്തൊക്കെയാണ് നമ്മളുടെ ഇമോഷണൽ എനർജീനെ ഇതാക്കുന്നത്, അതിന്റെ തന്നെ അതിൽ നിന്ന് എങ്ങനെ വാട്ട് ഹെൽപ്പ് യു റിക്കവർ ഇമോഷണലി, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹാബിറ്റ് ഡാമേജ് യുവർ പീസ്, നിങ്ങളുടെ സന്തോഷത്തെ ഹനിക്കുന്ന ഹാബിറ്റ് എന്താണ്? ഏതെങ്കിലും ഹാബിറ്റുകളുണ്ടോ? എന്താ മാം ഇപ്പൊ ചോദിച്ചത്? വിച്ച് ഹാബിറ്റ് ഡാമേജ് യുവർ പീസ്, അതായത് ഇപ്പോ ചില കാര്യങ്ങള് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങള് ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും മക്കള് വന്ന് കളിക്കാൻ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. അങ്ങനെ എന്തെങ്കിലും എന്റേതായ എന്റെ ഒരു ഹാബിറ്റ് നമ്മുടെ മനസമാധാനം നശിപ്പിക്കുന്നുണ്ടോ എന്ന്. ഏത് ഹാബിറ്റാണ് എന്റെ പീസിനെ നശിപ്പിക്കുന്നത്? ഓരോരുത്തർക്കും നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന പല ഹാബിറ്റുകൾ ഉണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതലുള്ളത് സോഷ്യൽ മീഡിയ ആണ്. അല്ലാതെ സോഷ്യൽ മീഡിയയും എഴുതാം. ഓരോരുത്തരെ സംബന്ധിച്ച് ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആവണമെന്നില്ല, ചിലർക്ക് മറ്റെന്തെങ്കിലും ഹാബിറ്റുകളാവാം. അതായത് ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന എന്റെ ഒരു സ്വഭാവമുണ്ട്. അതെന്റെ ഇപ്പൊ അല്ലെ കൊച്ചുമക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ ഇപ്പൊ എന്തെങ്കിലും നല്ല അത്യാവശ്യ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുമക്കൾ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അവരെ റിജക്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് എനിക്കുണ്ട്. അപ്പൊ ആ റിജക്ഷൻ കുറച്ച് കഴിയുമ്പോ അയ്യോ മോളൂസ് വന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് എനിക്ക് അപ്പൊ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ്. അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ഹാബിറ്റുകള് നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുന്നുണ്ടോ? എന്തിനാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആ ഹാബിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. വാട്ട് ബൗണ്ടറി ഡു യു നീഡ് ടു ഇംപ്രൂവ്? അതായത് ഞാൻ എല്ലാവരോടും യെസ് പറയുന്ന ആളാണ്. അപ്പൊ എനിക്ക് എന്താ, ഞാൻ ഇനി തൊട്ട് നോ പറയേണ്ടടുത്ത് നോ പറയും. അതുപോലെ എന്ത് ബൗണ്ടറിയാണോ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എല്ലാവരും എന്ത് പറഞ്ഞാലും യെസ് പറയുന്ന വ്യക്തിയാണ്. അപ്പോ ഞാൻ ചിന്തിക്കുകയാണ് ഇനി മുതൽ ഞാൻ നോ പറയേണ്ടടുത്ത് നോ പറയും. അതുപോലെ നിങ്ങൾക്ക് എന്ത് ബൗണ്ടറിയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നതല്ല വേണ്ടത്. നമ്മൾ അവെയർ ആയിട്ട് നമ്മുടെ ആൻസറുകളായിരിക്കണം ഇങ്ങനത്തെ ഉള്ളതിന് എഴുതേണ്ടത്. മീൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പലരും എന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നീ എല്ലാവരുടെ അടുത്തും എല്ലാ കാര്യങ്ങളിലും യെസ് പറയുന്ന ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ യെസ് പറയാറുള്ളൂ. അല്ലാത്ത കാര്യങ്ങളിൽ, അതായത് പുറമേ നിന്ന് മറ്റുള്ളവർ പറയുമ്പോ, കാരണം ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുടെ അടുത്തേക്കേ പോകാറുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഓട്ടോമാറ്റിക്കലി പയ്യെ ഞാൻ മാറി നിൽക്കുന്ന കക്ഷിയാണ്. അപ്പോ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പോകുമ്പോ അവിടെ എല്ലാം എസ് 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 എന്നാണ് ആൻസർ വരല്. അപ്പൊ എനിക്ക് ഒരിക്കലും കൂടുതൽ നോ പറയേണ്ടി വരാറില്ല.
കാരണം നോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതിന്റെ അടുത്തേക്ക് ഞാൻ പോകാറില്ല. അവിടുന്ന് നോ പറയാൻ എനിക്ക് നോ പറയാനേക്കാൾ ഈസി എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ബുദ്ധിപരമായിട്ട് പലപ്പോഴും നോ പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക് ചെല്ലാതെ അവിടുന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കും. അപ്പൊ പിന്നെ നോക്കുമ്പോ എന്താണ്, ഏത് കാര്യങ്ങൾ വന്നാലും അവിടെ എല്ലാം എസ് 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 ആൻസർ പറയുന്നു. അപ്പൊ എന്റെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട് ഫ്രണ്ട്സ്, നീ കൂടുതൽ എസ് പറയുന്നതാണ്. പക്ഷെ ഞാൻ അവിടെ എസ് പറയുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് എസ് പറയാൻ താല്പര്യമുള്ളിടത്താണ് ഞാൻ എസ് പറയുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോ നമ്മൾ അവെയർ ആക്കിയിട്ട് നമ്മള് ആ ഒരു കാര്യത്തിൽ ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് വെച്ചിട്ടല്ല, നമ്മൾ അവെയർ ആയിട്ട് നമ്മൾ ആൻസർ പറയണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഞാനത് പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവർ പറഞ്ഞു ഞാൻ എല്ലായിടത്തും യെസ് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അത് ആ മറ്റുള്ളവർ പറയുന്ന വേർഡ്സിലല്ല. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം, ആണോ ഞാൻ അങ്ങനത്തെ ഒരു ഇതാണോ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അതല്ല, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ യെസ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് അല്ലാതെ ഒരാൾ പറയുന്നത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യരുത്. നമുക്ക് നമ്മളെ കുറിച്ചൊരു സെൽഫ് അവയർനെസ് വേണം. അപ്പൊ നമ്മുടെ ഈ സെൽഫ് നമ്മളിപ്പോ ഒന്ന് പറഞ്ഞെന്താ, ഇമോഷണൽ റെസിലിയൻസിനെ കുറിച്ചാണ്. ഇമോഷണൽ റെസിലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ബാബു ട്രീ അല്ലെ. ആ ട്രീയുടെ ഒരു പ്രത്യേകത എന്താണ്? കാറ്റും മഴയൊക്കെ വരും, നല്ല കാറ്റ്, നല്ല ഹൈറ്റിൽ പോണ ഇതാണെങ്കിലും അതിന് നല്ല എന്താണ് ഡീപ്പ് വേരും ഉണ്ട്. അത് കാറ്റ് വീശുമ്പോ എന്ത് ചെയ്യും, നല്ല രീതിയിൽ എല്ലാ വശത്തേക്കും അത് ആടി ആ ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കും. അത് ഒടിയാണ്ട് ഇപ്പൊ കാറ്റ് വീശുമ്പോ ഇങ്ങോട്ട് ഇതാണെങ്കിൽ അങ്ങോട്ട് ആടി ഒലഞ്ഞ് നിൽക്കും. അവിടെ റിജിഡ് ആയിട്ട് നിൽക്കാതെ, ഇമോഷണൽ റെസിലിയൻസ് നമ്മൾ ഓർക്കുക, നമ്മൾ ഒരിടത്ത് റിജിഡ് ആയിട്ട് നിൽക്കാതെ നമ്മൾ ആ ഇമോഷണൽ, അതായത് കാറ്റുണ്ടാവാതിരിക്കുന്നില്ല, ബാംബുട്രീയുടെ അവിടെ കാറ്റുണ്ടാവാതിരിക്കുന്നില്ല, കാറ്റിനനുസരിച്ച് അത് മാറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇമോഷൻസ് വരും, അതിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്രോസസ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ റിജിഡ് ആയിട്ട് നമ്മൾ നിൽക്കല്ല വേണ്ടത്. അതായത് റെസിലിയൻസ് ഈസ് എ ട്രെയിനബിൾ സ്കില്ല്. നമ്മളത് പയ്യെ ഉണ്ടാക്കിയെടുക്കേണ്ട സ്കില്ല് തന്നെയാണ്. ഞാൻ പറഞ്ഞു പണ്ടൊക്കെ എനിക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതായത് എന്താണ്, എല്ലാവരും പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ആദ്യത്തില് ആസ് എ സൈക്കോളജിസ്റ്റ് സങ്കടം വരാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇയാൾ ഇത്രേ സില്ലി ആണോ എന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഒരു വാക്ക് ഒരിക്കലും എന്നെ ഹർട്ട് ചെയ്യാറില്ല. കാരണം ആദ്യത്തില് നമുക്ക് അറിവില്ലായ്മ ഒരുപാടുണ്ട്. അത് നമ്മളിങ്ങനെ നോളജ് അക്യൂർ ചെയ്ത് വരെയല്ലാണ്. എന്താണ്, എല്ലാവർക്കും സങ്കടങ്ങൾ ഉണ്ടാവാം. പക്ഷെ ആ സങ്കടങ്ങളെ പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ്. അല്ലാതെ ജനിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഇതല്ല. നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ പയ്യെ നമ്മളത് നേടിക്കൊണ്ടുവരേണ്ട ഒരു സ്കില്ലാണ്. അതുപോലെ നമുക്ക് ഒരുപാട് ട്രോമാസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുക. അതായത് നമ്മുടെ ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് സപ്രസ് ചെയ്യാതെ ഹീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമോഷണലി റെസിലിയന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. യു സർവൈവ്ഡ് എവറി ഡിഫിക്കൽട്ട് മൊമെന്റ് അണ്ടിൽ നൗ. ഓൾറെഡി നമ്മൾ ഇവിടം വരെ എത്തിയത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ താങ്ങിട്ട് തന്നെയാണ്. ഇനിയും നമ്മുടെ ജീവിതത്തിൽ എന്താണ്, പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങളില്ലാതില്ല അല്ലെ. നാളെയും മറ്റന്നാളും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, അവിടെയെല്ലാം റെസിലിയന്റ് ആയിട്ട് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ
നിങ്ങൾ ജാപ്പനീസിലെ ഒരു കിൻസുഗി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? കിൻസുഗി. വിനോദ് കുമാർ സാറേ, കിൻസുഗി എന്താണെന്നറിയാവോ? ഇല്ല, കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ടില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കിൻസുഗി? എല്ലാവരും ഇപ്പൊ വളരെ കാര്യമായി പറയുന്ന ഒരു സംഭവമാണ് കിൻസുഗി. സുലേഖ മാം അറിയാവോ? ഇല്ല. കിൻസുഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ജാപ്പനീസില് ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ പൊട്ടൂല്ലേ, നമ്മുടെ പോട്രി ഐറ്റംസ് ഒക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നത് ഇതൊരു കഥയാണ്. അതായത് രാജാവിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു എന്താ അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാത്രം താഴെ വീണ് പൊട്ടി. അത് രാജാവിന് ഭയങ്കര സങ്കടമായി. കാരണം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ ഈ സാധനം പൊട്ടിക്കഴിഞ്ഞപ്പോ ഇതിന് വിഷമമായി കഴിഞ്ഞപ്പോ രാജാവ് പലരെയും വിളിച്ചു വരുത്തി കഴിഞ്ഞിട്ട് ഇത് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ എല്ലാവരും വന്ന് ഒട്ടിച്ച് സെറ്റാക്കിയിട്ടും രാജാവിന് ഹാപ്പി ആവുന്നില്ല. കാരണം പൊട്ടിയ പാത്രം ഒട്ടിച്ച എന്താ പ്രത്യേകത? ഏച്ചു വെച്ചാ മുഴച്ചിരിക്കും. ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും. ഇത് മുഴയ്ക്കാണ്ടൊക്കെ കാരണം രാജാവിനല്ലേ തല വെട്ടും. അതുകൊണ്ട് മുഴയ്ക്കാതെയൊക്കെ നല്ല ഫെവിക്വിക്കൊക്കെയാന്ന് പറഞ്ഞു വെച്ചൊക്കെ ചെയ്തു. പക്ഷെ ആ ഒരു പാടൊക്കെ ഉണ്ട്. മാക്സിമം മുഴച്ചിരിക്കാതെയൊക്കെ അവര് ചെയ്തു നോക്കി. പക്ഷെ എന്താണ്, ആ ഒരു ഇത് കിട്ടിയില്ല. അപ്പോ ഒരു മറ്റൊരു വ്യക്തി വന്നിട്ട് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഗോൾഡ് കൊണ്ടുവന്ന് ആ ഓരോ സ്ഥലത്തും ഗോൾഡ് പ്ലേറ്റ് വെച്ചിട്ട് അതായത് അത്രയും മൂല്യമുള്ള ഗോൾഡ് വെച്ച് ആ പൊട്ടിയ പാടിലെല്ലാം ഡെക്കറേറ്റ് ചെയ്തു. അപ്പോ ലാസ്റ്റ് ഡെക്കറേഷൻ വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ആദ്യം ഉണ്ടായിരുന്ന ആ പാത്രത്തെക്കാൾ മൂല്യവുമായി, അതിനേക്കാൾ കാണാൻ ഭംഗിയുമായി. അപ്പോ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഇമോഷൻസിലെ എന്താണ്, നമുക്ക് സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ അതല്ലേ നമ്മൾ പലപ്പോഴും പൊട്ടിയ പാത്രങ്ങളാകാം. പക്ഷെ ആ പൊട്ടിയ പാത്രത്തെ നമ്മൾ ഗോൾഡ് കൊണ്ട് പൊതിഞ്ഞ് അതിനേക്കാൾ പ്രഷ്യസ് ആയിട്ട് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കിൻസുഗി എന്താന്ന്, ഒന്ന് ജാപ്പനീസ് കിൻസുഗി എന്താണെന്ന് അടിച്ചു നോക്കിയാൽ മതി. അപ്പൊ ആ പൊട്ടിയ പാത്രങ്ങള് നമ്മൾ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. അതായത് നമ്മുടെ ലൈഫിലും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ വരാം. അവിടെ വെച്ചിട്ട് നമ്മളെ തന്നെ ഉപേക്ഷിച്ച് പോകുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ പൊട്ടിയ പാത്രം എടുത്ത് വളരെ പ്രഷ്യസ് ആയ മൂല്യമുള്ള ഗോൾഡ് വെച്ച് ആ സിൽവർ വെച്ച് തൂകി നല്ല പവർഫുൾ ആയിട്ടുള്ള വളരെ പ്രഷ്യസ് ആക്കി മാറ്റുക. അതായത് ഈ പൊട്ടലുകളും അല്ലെ, ആ പാത്രം പൊട്ടിയത് കൊണ്ടാണ് ഗോൾഡൊക്കെ വെച്ച് അത്രയും സൂപ്പറാക്കി ആദ്യത്തെ പാത്രത്തെക്കാളും മഹനീയമാക്കി മാറ്റാൻ സാധിച്ചത്. അല്ലെങ്കിൽ ആ പാത്രം അങ്ങനെ അവിടെ ഇരിക്കല്ലായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുപോലെ നമുക്ക് ഈ സ്ട്രഗിൾസും പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മളെ വീണ്ടും മൂല്യമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്നൊക്കെ ഓരോ വിസ്ഡംസ് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോ എല്ലാവർക്കും നമ്മുടെ എല്ലാ പോർഷൻസും ഫിനിഷായി. നമ്മൾ ഇത്തിരി ലേറ്റ് ആയി, അത് കാരണം നമ്മൾക്ക് അടുത്ത ക്ലാസ്സിലേക്കുള്ള കുറച്ച് മെസ്സേജും കാര്യങ്ങളും തുടക്കത്തില് പറഞ്ഞത് കൊണ്ടാണ്. ഞാൻ സോറി ചോദിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ ലൈഫ് വിഷൻ ഒരു 10 മിനിറ്റ് നാളത്തേക്ക് ആ ചാപ്റ്റർ വായിച്ചിട്ട് പ്രസന്റ് ചെയ്യുക. ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഒന്ന് 24th ചാപ്റ്റർ വായിച്ചിട്ട് അത് പ്രസന്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ട്യൂസ്ഡേ നമുക്ക് എക്സാമോട് കൂടി നമ്മുടെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ഇമോഷണൽ റെസിലിയൻസ് എന്ന ഈ ഇതില് വേറെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമ്മുടെ അവസാനത്തെ ക്ലാസ്സും ഫിനിഷ് ആകുകയാണ്. ദൈവത്തോട് ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് ഇത്രയും കൊണ്ടുപോകാൻ സാധിച്ചതിന് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ദൈവത്തോട് മാത്രമല്ല ഓരോരുത്തരോടും, നിങ്ങളുടെ ഓരോരുത്തരുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഏറ്റവും മനോഹരമായിട്ട് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ഇനി ഡൗട്ട്?
അല്ലെങ്കിൽ ഓവർ ടു അനിൽകുമാർ സർ. താങ്ക് യു ഷബാസ് മാം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പോലെയാണ്. നമ്മളെ ആ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഇങ്ങനെ ഒരു എത്തിനോട്ടം എന്നൊക്കെ വേണേൽ പറയാം. അല്ലേ, ശരിയല്ലേ? അതെ സാർ. അല്ലേ? അതെ 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 5 4 3 തീർച്ചയായിട്ടും സാർ. അത് പറഞ്ഞായിരുന്നു. അത് പഠിച്ചു അല്ലേ? നമ്മൾ ബ്രീത്തിങ്, ഗ്രൗണ്ടിങ് എല്ലാം ഇങ്ങനെ പഠിച്ചു. സ്ട്രഗിൾസിനെ നേരിടുന്ന ആ രീതി വളരെ മനോഹരമായിട്ട് തന്നെ സബാസ് അവതരിപ്പിച്ചു. സബാസ് മാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്ര ക്ലിയർ ആയില്ല. സ്ട്രഗിൾസിനെ എങ്ങനെ നേരിടാം എന്നുള്ള ആ ഒരു ഓക്കെ, ടോപ്പിക്ക് മാം നന്നായിട്ട് പറഞ്ഞു താങ്ക് തന്നു. യു, താങ്ക് യു. ഒത്തിരി രസമായിരുന്നു ക്ലാസ് കേട്ടോണ്ടിരിക്കാൻ. താങ്ക് യു മാം. നമ്മുടെ അനുഭവങ്ങളുമായിട്ട് ഒരുപാട് ഇത് തോന്നി. വിവിധ അനുഭവങ്ങളുമായിട്ട് ഒത്തിരി കമ്പാരിസൺ നന്നായിരുന്നു. അല്ല, ഞങ്ങൾക്കൊക്കെ ജീവിതാനുഭവങ്ങൾ വളരെ കുറവുള്ള വ്യക്തികളാണ്. സുലേഖ മാം ഒക്കെ ആവുമ്പോ ഇത്രയും നാളുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ കരസ്ഥമാക്കിയ ഞങ്ങൾ നാളത്തെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ എനിക്ക് ഒരുപാട് ലേണിങ്സ് കിട്ടാനുള്ള ഒരു ക്ലാസ് ആണ്. ഓരോരുത്തരും സൂപ്പർ ആക്കുക. ആ ഒരു 10 മിനിറ്റ് പവർഫുൾ ആക്കി മാറ്റുക. അതാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ് സാറേ. അപ്പൊ താങ്ക് യു ഷബാസ് മാം. ഇന്നത്തെ സെഷൻ മനോഹരമായിരുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ, ഈ സെഷൻ അറ്റൻഡ് ചെയ്യുവാൻ നിങ്ങളെടുത്ത തീരുമാനം അത് ശരിയാണോ തെറ്റാണോ എന്നാലോചിച്ച് നോക്കിയേ. മേരി കുഞ്ഞു മാം എന്ന് പറയുന്നു. പൂർണ്ണമായിട്ട് ശരിയാണ്. പൂർണ്ണമായിട്ട് ശരിയാണല്ലേ? വിമൽ സാറേ പറഞ്ഞു. ഓ തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. നിസ്സാറിന് നഷ്ടം തന്നെയായിരുന്നു. അതെ, വിനോദ് കുമാർ സാർ പറയൂ സാർ. ശരിയാണ് സാറ് പറഞ്ഞത്, ശരിയാണ്. ഒരു എസൻസ് ഓഫ് ദി എന്താ പറയാ, നമ്മുടെ ഈ ഒരു ജേർണിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീകളക്ഷൻ പോലെ തോന്നി. അതെ 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 അതെ. സുലേഖ മാം ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ആ തീരുമാനം? തീർച്ചയായിട്ടും ഈ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വന്നപ്പോ ഇപ്പൊ തീർന്നു പോകുമല്ലോ എന്ന് തോന്നുന്നു. ആദ്യമൊക്കെ വളരെ ഇതായിട്ട് തോന്നിയെങ്കിലും ലാസ്റ്റ് വളരെ ഇൻട്രസ്റ്റീവ് ആയിപ്പോയി. നന്നായി. ചന്ദ്രകല മാം ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമ്മളുടെ ഇന്നത്തെ സെഷനും മൊത്തത്തിൽ നമ്മൾ റെസിലിയൻസ് എല്ലാം പഠിച്ചു. ഈ നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ ഒരു റിസർച്ചിൽ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ ഒരു ദിവസം 60,000 ചിന്തകൾ വരും. 50,000 മുതൽ 60,000. അതിൽ കൂടുതലും നെഗറ്റീവാണ്. പക്ഷെ നമ്മളിങ്ങനെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ഒരു ഗ്രൂപ്പിൽ ചേരുക, ഒരു യാത്ര ചെയ്യുക, ഇവിടെയൊക്കെ നമ്മൾ പോസിറ്റീവായി. അപ്പൊ ആ ചിന്തകളിൽ 80% നെഗറ്റീവായിരിക്കും, 90% ഇന്നലകളിലെ ചിന്തകളായിരിക്കും. എന്നാലോചിച്ച് നോക്കി, നമ്മളിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ് ബാങ്കിലെ ബാലൻസ് പോലെ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം വെന്റിലേറ്റ് ചെയ്യുന്നു, നമ്മൾ അവെയർ ചെയ്യുന്നു, നമ്മൾ തള്ളിക്കളയല്ല, അക്സെപ്റ്റ് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പവർഫുൾ ആവുന്നു. ഒറ്റ കാര്യം ഈ ക്ലാസ്സിൽ നിന്ന് പറയേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മളുടെ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളും, വി ആർ ദ ക്രിയേറ്റേഴ്സ് ഓഫ് അവർ ഓൺ തോട്ട്സ്. യെസ് ഓർ നോ? നമ്മളുടെ ചിന്തകളുടെ സൃഷ്ടാവാരാണ് നമ്മളല്ലേ? മറ്റുള്ള എന്നാ പറയുന്നത്. ഇനി മുതൽ നമ്മൾ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് എന്താണെന്നോ? ഒരിക്കലും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യരുതും. ഇന്ന ആള് കാരണമാണ് എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടത്. ഞാനാണ് ആ ജോലി നഷ്ടപ്പെടുത്തിയത്. ഞാൻ സങ്കടപ്പെടുന്നതിന് കാരണം ഞാനാണ്. അപ്പൊ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ബൗൺസ് ബാക്ക് ഫ്രം അഡ്വേഴ്സിറ്റി, ചലഞ്ചസ് എല്ലാം ഉണ്ട്. സൗണ്ട് ഇല്ലല്ലോ. കുമാർ സാറെ സൗണ്ട് ഇല്ല. ഞാൻ കരുതി എനിക്ക് മാത്രമായിരിക്കും ഇഷ്യൂ ഉള്ളൂ എന്ന്. സൗണ്ട് ക്ലിയർ കേൾക്കുന്നില്ല സാറേ. ഇല്ല, ഇപ്പൊ ഓക്കെയാണ്.
ഇപ്പൊ കട്ടായില്ലേ? ഇപ്പൊ സൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മുടെ ചിന്തകളുടെ ഉത്തരവാദി ആരാണ്? നമ്മളല്ലേ? Yes. അതാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യരുത്. യു ആർ ദ പിന്നെ റീസൺ ഫോർ അവർ സോറോ എന്ന് നമ്മൾ പറയരുത്. അപ്പൊ ഇന്നത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ നമ്മളുടെ മനസ്സൊരു ക്ലീൻ സ്ലേറ്റ് ആയി, ഒരു ക്ലീൻ ബോർഡായി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാവോ? നമുക്ക് കുറച്ച് അഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് പതിയും. അപ്പൊ അഫർമേഷൻ എടുക്കാൻ തയ്യാറാണല്ലേ എല്ലാരും? യെസ് ഓർ നോ? Yes. യെസ്. ഐ ആം സ്മാർട്ട് ഒന്ന് പറഞ്ഞൊന്ന്. ഐ ആം സ്മാർട്ട്. I'm smart. ഐ ആം ക്രിയേറ്റീവ്. I am creative. ഐ ആം കേപ്പബിൾ. I am I'm capable. capable. Okay. ഐ ഹാവ് എവറിത്തിങ് ഇൻ നീഡ് ടു സക്സീഡ്. I have I have everything everything in to need succeed. succeed. I have everything in need to succeed. I have everything in need to succeed. I choose love over fear. I choose love over fear. I choose love over fear. I choose love Over over fear. fear. I am ready to step into my true power. I am ready to step I am into ready true. to step into my power. I am ready to step into my true power. I am I am ready to step into my true power. Step into my true power. I have the power to shape my story. I have to power to Power to Sorry, shape my I have the power to shape my story. I have to power Once shape. again, I Body. have the power to shape my story. my strength. I accept exactly as I am. Clear. I accept Accept- exactly I as I am. Exactly as I am. I am. I believe in myself and trust myself. Believe in myself and I trust myself. I believe in myself Trust myself. and trust I myself. believe Trust myself. and trust. I love my body. Love my body. I love my body. I love my body. I know. Okay? Remember, you have the power to create your own dream life. Remember, you have the power to create About your own dream life. my own. അങ്ങനെ എല്ലാവരും അവരവരുടെ സ്വപ്നത്തിലെ ജീവിതങ്ങൾ അതിന്റെ ആ തിരക്കഥാകൃത്താണ് നമ്മളെല്ലാവരും. മറ്റുള്ളവരിൽ നമ്മളുടെ പേന, സ്കെച്ച് പേന നമ്മൾ കൊടുക്കില്ല. വി ആർ ദ ക്രിയേറ്റർ ഓഫ് അവർ ഓൺ ട്രൂ സ്റ്റോറി. അതിന് കഴിയട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. ബി സേഫ് ആൻഡ് ഓൾ ഈസ് വെൽ. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. താങ്ക് യു. Thank you. Thank you. Thank you very much. Thanks. Good night. Thanks.